السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الحمد لله. നമ്മൾ കഴിഞ്ഞ ദിവസം ആയത്തുൽ കുർസിയുടെ ആദ്യത്തെ ഭാഗം 255 ആയത്തിന്റെ ആദ്യത്തെ ഭാഗമാണ് കവർ ചെയ്തത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സൂറത്തുൽ ബഖറ ആയത്ത് 255. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അള്ളാഹു അവനല്ലാതെ ആരാധനക്കാരനില്ല. എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. അവൻ്റെതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം. അവന്റെ അനുവാദ പ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട്. ഇന്നലെ നമ്മൾ അത്രയാണ് നിർത്തിയത് അല്ലെ. ഇന്ന് അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവന്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയുകയില്ല. അവന്റെ കുർസി ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു. അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല. അവൻ ഉന്നതനും മഹാനുമത്രേ. വാക്കർത്ഥം നോക്കാം. യഅലമു, ഇന്ന് എടുക്കുന്ന പോർഷൻ മുതലുള്ള അർത്ഥമാണ് കേട്ടോ. യഅലമു, അവൻ അറിയുന്നു. ഐൻ ലാം മീം, ഇൽമ, ഇൽമിൽ നിന്ന് വരുന്ന വാക്കാണ് യഅലമു, അവൻ അറിയുന്നു. മാ, യാതൊന്ന്, ബൈന ഐദീഹിം, അവരുടെ മുന്നിലുള്ളത്. ഐദീഹിം എന്ന് പറയുന്നത് കൈ, യദ് എന്നുള്ള വാക്കിൽ നിന്നുള്ളതാണ്. ഹിം എന്ന് പറഞ്ഞാല് അവരുടെ. ഹും എന്ന് പറഞ്ഞാല് നിങ്ങള് പുതിയ ആൾക്കാർ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമർ ടിപ്സ് ഒക്കെ നോക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദമീറുകൾ, അതായത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ദമീർ, മുത്തസില്, അതൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മെല്ലെ മെല്ലെ അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി വരാം. നമ്മളൊരു ആദ്യത്തെ 1-2 മാസത്തിന് ശേഷം അത്തരത്തിലുള്ള ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം അപ്പോഴേക്കും നിങ്ങൾ അതൊന്ന് ഒരു 10-12 ക്ലാസ്സും അതിന്റെ എക്സാം ഒക്കെ ഒന്ന് കവറപ്പ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സബ് ഗ്രൂപ്പ് ലീഡേഴ്സിന്റെ അടുത്തൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പം ബൈന ഐദീഹിം, ഐദീഹിം എന്നുള്ള വാക്കിന്റെ റൂട്ട് യ, ദാൽ, യ. വമ, യാതൊന്നും. ഖൽഫഹും, അവരുടെ പിന്നിലുള്ള. ഖ, ലാം, ഫ. അപ്പം ഖൽഫ, പിന്നിലുള്ള. അവിടെ ഖൽഫഹും, മറ്റടുത്ത് ഐദീഹിം, രണ്ടും അവരുടെ ആണ്. ഐദി എന്ന് പറഞ്ഞത് യാ അല്ല അവസാനിക്കുന്നത് കൊണ്ടാണ് അത് ഹിം എന്ന് പറഞ്ഞത്. ഖൽഫ, അവിടെ യാ അല്ലെങ്കിൽ കെസ്ര ഇല്ലാത്തത് കൊണ്ട് അത് ഹും എന്ന് കൊടുക്കുന്നതാണ്. ഓക്കെ. ഇൻഷാല്ലാഹ്. വലാ യുഹീതൂന, അവർ വലയം ചെയ്യുകയില്ല. ഹ, വാവ്, ത. ബിഷൈഇൻ, ഒന്നിനെയും. ഷീൻ, യാ, ഹംസ. മിൻ ഇൽമിഹി, അവന്റെ അറിവിൽ നിന്ന്. ഇവിടെ സെയിം റൂട്ടാണ്. ഐൻ ലാം മീം, ഇൽമ. മറ്റടുത്ത് യഅലമു അല്ലെ, അവൻ അറിയുന്നു എന്ന് പറഞ്ഞിടത്തും സെയിം റൂട്ടായിരുന്നു. ഐൻ ലാം മീം, രണ്ടും അറിവ് തന്നെയാണ്. ഇല്ല, ഒഴികെ. ബിമാ ശാഅ, അവൻ ഉദ്ദേശിച്ചത്. ഷീൻ, യാ, ഹംസ. വസിഅ, വിശാലമായിരിക്കുന്നു. വാവ്, സീൻ, ഐൻ. കുർസിയുഹു, അവന്റെ സിംഹാസനം. കാഫ്, റോ, സീൻ. കുർസിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് തഫ്സീറിന്റെ സമയത്ത് എടുക്കാം. അസ്സമാവാത്ത്, ആകാശങ്ങൾക്ക്. വൽ അർദ്, ഭൂമിക്കും. ഈ സമാവാത്തും അർദും ഇന്നലെയും വന്നതുകൊണ്ടാണ് ഞാൻ എഴുതാതിരുന്നത്. നമുക്ക് പറയായിരിക്കും സമാവാത്തിന്റെയും അർദിന്റെയും ഒക്കെ റൂട്ട്. വലാ യഊദുഹു, അവന് ഭാരം ഉണ്ടാക്കുന്നില്ല. ഹംസ, വാവ്, ദാൽ. ഹിഫ്ദുഹുമ, അവ രണ്ടിന്റെയും സംരക്ഷണം. ഹ, ഫ, ലോ. ഇവിടെ ഹിഫ്ദുഹുമ, ഹുമ, അവ രണ്ടിന്റെയും. ഓക്കെ, രണ്ട് വന്നതുകൊണ്ടാണ്. എന്തിന്റെ? ആകാശങ്ങളുടെയും ഭൂമിയുടെയും. അപ്പം ഹുമ. ഓക്കെ, നേരത്തെ ഹും അല്ലെ, അവർ. ഇതിവിടെ തൊട്ട് മുമ്പ് ഹു, അവൻ. ഓക്കെ, ഹു, ഹും, ഹുമ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. വഹുവ, അവൻ. അൽ അലി, അത്യുന്നതൻ. അൽ അദീം, മഹാൻ. അലിയ, ഐൻ ലാം വാവ്. അദീം, ഐൻ ള മീം. തഫ്സീർ നോക്കാം. യഅലമു, അവൻ അറിയുന്നു.
അപ്പം എന്താണ് അവൻ അറിയുന്നത്? മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അപ്പം അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിന്നിലുള്ളതും. യഅലമു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇൽമിൽ നിന്ന് വന്നതാണ് അല്ലെ. ഇൽമ എന്ന് പറഞ്ഞാൽ നോളജ് അല്ലെങ്കിൽ അറിവ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് അറിയാം, ഡെഫിനറ്റ് ആയിട്ട്, അതായത് ഉറപ്പായിട്ട് നിശ്ചയമായിട്ട് ഇത് കറക്റ്റ് ആണെന്നുള്ള ഒരു ഉറപ്പോടുകൂടി മനസ്സിലാക്കുന്നതിനാണ് ഇൽമ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണോ അതേപോലെ. അപ്പം യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇൽമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, കറക്റ്റ് ആയിട്ടുള്ള അറിയല്, ഡെഫിനറ്റ് ആയിട്ട് നിശ്ചയമായിട്ട് അറിയാന്ന് പറഞ്ഞാൽ ഡൗട്ടുകളും അതായത് ആ ഒരു കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാതെ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ അറിവില്ലായ്മ എന്ന് പറയുന്ന ഭാഗമേ ഇല്ലാണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അറിയാം. അതിനാണ് ഇൽമ എന്ന് പറയുന്നത്. അപ്പം അള്ളാഹ്ക്ക് എല്ലാത്തിനെ കുറിച്ചും അറിയാം അല്ലെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ അറിവ് എന്ന് പറയുന്നത് യാതൊരു സംശയമില്ലാത്തതാണ്, യാതൊരു ഇഗ്നോറൻസ്, അതായത് അതിനകത്ത് അറിയാത്ത ഒരു പാർട്ടും ഉണ്ടാവില്ല. വളരെ എല്ലാ ഡീറ്റെയിലും, ഏറ്റവും കുഞ്ഞു ഡീറ്റെയിൽ അടക്കം അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അറിയാൻ പറ്റും. യഅലമു, സുബ്ഹാനല്ലാഹ്, അപ്പം അവന് അറിയാം എന്ന് പറയുന്നത് അല്ലെ. മാ ബൈന ഐദീഹിം എന്ന് പറഞ്ഞാൽ എന്താ? ഐദി ഞാൻ പറഞ്ഞു യദിന്റെ പ്ലൂറലാണ് ഐദി. ഐദീഹിം അവരുടെ രണ്ട് കൈകൾ അല്ലെ. രണ്ട് കൈകളുടെ ഇടയിൽ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ അത് മുൻപിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ് ബൈന ഐദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് കൈന്റെ ഇടയിൽ എന്ന് പറയുന്നത് ഒരാളുടെ മുമ്പിലുള്ള കാര്യമാണല്ലോ അല്ലെ. അപ്പം അവരുടെ മുമ്പിലുള്ളതും, ഓക്കെ, ഈ മുമ്പിലുള്ളത് എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിലാവാം. ഒന്ന് സ്ഥലം കൊണ്ട് അല്ലെങ്കിൽ സമയം കൊണ്ട്. ഓക്കെ, അവരുടെ മുമ്പിൽ മീൻസ് പൊസിഷൻ കൊണ്ട് അവരുടെ ഉദാഹരണത്തിന് ഞാനിപ്പോ ഇവിടെ ഇരിക്കുക, എന്റെ മുമ്പിൽ എന്താ ഉള്ളത്? എന്റെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ആണ് അല്ലെ. അപ്പം അത് മുമ്പിലുള്ള എന്താണ്? സ്ഥലം കൊണ്ടുള്ള മുൻപിലുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ കൊണ്ടുള്ള. ഇനി സമയം കൊണ്ടുള്ളതെന്ന് പറയുമ്പോൾ ഇപ്പം സമയം 6:45 അല്ലെ. അപ്പം 10 മണി എന്ന് പറയുമ്പോൾ എന്റെ മുമ്പിലുള്ള സമയമാണ് അല്ലെ. ലൈക് സമയം കൊണ്ട് എന്റെ മുമ്പിലുള്ള, അതായത് എന്റെ ഭാവിയിലേക്ക് ഉള്ള കാര്യം. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലക്ക് എന്തറിയാം? എന്റെ മുമ്പിലുള്ള കാര്യങ്ങൾ അത് സ്ഥലം കൊണ്ടും പ്ലേസ് കൊണ്ടും ടൈം കൊണ്ടും, അതായത് എന്റെ മുമ്പിൽ സമയം കൊണ്ട് എന്റെ മുമ്പിലുള്ള കാര്യം അറിയാം, അല്ലാതെ സ്ഥലം പൊസിഷൻ കൊണ്ട് എന്റെ മുമ്പിലുള്ളത് അള്ളാഹ്ക്ക് അറിയാം. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്താണ്? വമാ ഖൽഫഹും, പിന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളത്. ഖൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാലാം ഫ റൂട്ട്, അപ്പം പിൻഭാഗം എന്നാണ് അർത്ഥം. അപ്പം ഖൽഫഹ് എന്ന് പറഞ്ഞാൽ പിന്നിലുള്ളതും ഇതേപോലെ രണ്ട് കൊണ്ടും, പൊസിഷൻ കൊണ്ടും, അതായത് സ്ഥലം കൊണ്ടും സമയം കൊണ്ടും. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുമ്പോൾ എന്റെ പിന്നിൽ എന്താ ആരാ എനിക്കറിയില്ല അല്ലെ. നമുക്ക് മുമ്പിലുള്ളതേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്റെ പിന്നിലുള്ള മതിലിന്റെ അപ്പുറത്ത് ആരാ അറിയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അത് ആർക്കാ കാണാൻ പറ്റുക? അള്ളാഹ്ക്ക് കാണാൻ പറ്റും, അള്ളാഹ്ക്ക് കേൾക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഇനി ഈവൻ നിങ്ങളെല്ലാവരും ഒരു പക്ഷേ അല്ലെ എന്റെ ക്ലാസ് കേട്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ എന്താ ഉള്ളത് എനിക്കറിയില്ല അല്ലെ. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഫോണാണോ, ബുക്കാണോ, പെന്നാണോ ഉള്ളതെന്ന് എനിക്കറിയില്ല. അതും ആർക്കാണ് അറിയാം? അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ആണ് അറിയാം. ഇനി നിങ്ങളെ പിന്നിൽ എന്താന്ന് ആർക്കറിയാം? അറിയില്ല. അതൊക്കെ റബ്ബിന് മാത്രമേ അറിയുള്ളൂ അല്ലെ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അള്ളാഹ്ക്ക് ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് അള്ളാഹ്ക്ക് അറിയാം അല്ലെ. നാളെ എന്താ സംഭവിക്കാന്ന് അള്ളാഹ്ക്ക് അറിയാം. നമ്മളടുത്ത് ഇപ്പം നമ്മുടെ ഒരു ദിവസം, ഓക്കെ, ഇന്നലെ എന്ന് പറയുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. ആ ദിവസത്തിൽ കംപ്ലീറ്റ് ആദ്യം മുതൽ അവസാനം വരെ, അറ്റ്ലീസ്റ്റ് നമ്മൾ എഴുന്നേറ്റ് മുതൽ ഉറങ്ങുന്നത് വരെ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മളടുത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും? ഇല്ല. നമ്മൾ പലതും, ഇന്നലത്തെ കാര്യം പോലും നമ്മൾ പലതും മറന്നു പോയിട്ടുണ്ടാവും. ഒരാഴ്ച മുന്നത്തെ കാര്യം ഓൾമോസ്റ്റ് പകുതിയിലധികം മറന്നിട്ടുണ്ടാവും അല്ലെ. ഒരു വർഷം മുമ്പത്തെ കാര്യം മിക്കവാറും നമുക്കൊന്നും ഓർമ്മ തന്നെ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ പലരെയും കൂടെ കുറേ കാലം ചെലവഴിച്ച ആൾക്കാരുണ്ടാവും. ഒരു പക്ഷെ നമ്മുടെ കൂടെ പഠിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളായിട്ട് ജീവിച്ചതോ അങ്ങനെയുള്ള കുറേ കാലം നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്ത് വളരെ ക്ലോസ് ആയിട്ട് ജീവിച്ച ആൾക്കാർ പിന്നെ കുറച്ച് നാള് പല കാരണങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ സ്ഥലം മാറിയത് കൊണ്ട് അവര് സ്ഥലം മാറിയത് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ. കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവരുടെ പേരെന്തേനു അല്ലെ, പേര് വരെ നമുക്ക് മറന്നു പോയിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അവരെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ ഈ മുഖം നല്ല പരിചയം ഉണ്ടല്ലോ,
പക്ഷെ എനിക്ക് നിങ്ങളെ പേര് ഓർമ്മയില്ല. അപ്പൊ നമുക്കൊക്കെ ഈ ഒരു പക്ഷെ മീറ്റപ്പുകളിലൊക്കെ വരുമ്പോൾ ആ ഒരു, കാരണം നമ്മൾ ഒരു മീറ്റപ്പിന് കുറേ ആൾക്കാരെ കണ്ടിട്ട് അടുത്ത മീറ്റപ്പിലേക്ക് വരുമ്പോൾ അതിനകത്ത് കുറച്ച് ആൾക്കാരുടെ പേര് നമ്മൾ മനസ്സിൽ ഓർമ്മയുണ്ടാവുള്ളൂ അല്ലെ. അപ്പം ഈ മുഖം കണ്ടിട്ടുണ്ട് പക്ഷെ പേര് ഓർമ്മയില്ല. എനിക്ക് അറിയാൻ തോന്നുങ്ങളെ പക്ഷെ പേര് ഓർമ്മയില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ അറിവെന്നൊക്കെ പറയുന്നത് അത്രയേ ഉള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെ പോലും നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് അത് ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ ഓർത്തു വെക്കാനും അറിയാനും ഒന്നും പറ്റൂല. പക്ഷെ അള്ളാഹ്ക്ക് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവന് ഭാവി അറിയാം, അവന് പാസ്റ്റ് അറിയാം, ഇപ്പൊ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവനറിയാം. ഏത് സ്ഥലത്ത് ഏത് ലൊക്കേഷനിൽ എന്ത് കാര്യം നടന്നാലും അവനറിയാം. കടലിന്റെ ഏറ്റവും അടിയിൽ എന്ത് നടക്കുന്നോ അത് അവനറിയാം. ഭൂമിയുടെ പ്രതലത്തിൽ എന്ത് നടക്കുന്നോ അതറിയാം. ആകാശത്തിന്റെ മേലെ എന്ത് നടക്കുന്നോ അവനറിയാം. പർവ്വതങ്ങളുടെ അടിയിൽ എന്ത് നടക്കുന്നോ അതറിയാം. എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ അള്ളാഹ്ക്കറിയാം എല്ലാ ഡീറ്റെയിലും, എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അള്ളാഹ്ക്കറിയാം. ഓരോ ഇല വീഴുമ്പോഴും സുബ്ഹാനല്ലാഹ് അത് അവനറിയാം അല്ലെ. ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലേക്കൊക്കെ പോകുമ്പോൾ ഇതിപ്പോ ഒരു ഫാൾ സീസൺ അല്ലെങ്കിൽ ഓട്ടം സീസൺ തുടങ്ങാൻ പോവാണ് അവർക്ക്. എനിക്ക് നാട്ടിലും ചില മരങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ശിശിരം എല്ലാ ഇലയും വീഴുന്ന ചില മരങ്ങളൊക്കെ നമ്മളെ നാട്ടിലും ഉണ്ട് സുബ്ഹാനല്ലാഹ്. അപ്പം അതിന്റെ നമുക്കറിയാം അങ്ങനെ ഒരു ആയത്തുണ്ട് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല എന്ന്. അപ്പം ഈ മരങ്ങളിൽ നിന്ന് വീഴുന്ന, കാരണം ഫുൾ ഇലകളും വീഴുമ്പം ആ ഓരോ ഇലയും എവിടെയാണ് എപ്പോഴാ വീഴുന്നതെന്നും എവിടെയാണ് ആ ഇല, കാറ്റിന് ആ ഇലനെ എങ്ങോട്ടാ കൊണ്ടുപോണതെന്നും വരെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മളൊക്കെ ഒന്നും അങ്ങനെ ഒരു നോളജിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അതെങ്ങോട്ട് പോയി, ഏത് കാറ്റ് കൊണ്ടുപോയി, ആരെ മുറ്റത്താണ് അതുള്ളത് നമുക്കറിയില്ല. പക്ഷെ അതുപോലും അള്ളാഹ്ക്ക് അറിയാം. ഓരോ കാര്യത്തിന്റെയും ഒറിജിൻ അത് എവിടാ തുടങ്ങുന്നത്, അതിന്റെ അവസാനം എവിടെയാണ്, ആ പോണ വഴിക്ക് അത് എന്തെല്ലാം വഴികളിലൂടെ സഞ്ചരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് അള്ളാഹ്ക്ക് അറിയാം. അതാണ് അള്ളാഹിന്റെ നോളജ്, അള്ളാഹിന്റെ അറിവിലെ. അള്ളാഹിന്റെ അൽമ ക്യാമിലാണ്, ഷാമിലാണ്. ക്യാമിൽ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് ആയ നോളജാണ്. ഷാമിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഒന്നും ഒരു ഡോട്ട് പോലും അള്ളാഹിന്റെ അറിവിൽ നിന്ന് എക്സെപ്ഷൻ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഈവൻ ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് പുറത്തല്ല അല്ലെ. നമ്മളെ എല്ലാ ഡീറ്റെയിൽസും അള്ളാഹ്ക്ക് അറിയാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഒരു പക്ഷെ നമ്മളെ ചില ഡീറ്റെയിൽസ് ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റും അല്ലെ. നമ്മളെ ഇപ്പൊ നമ്മൾ പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളെ ശരിക്കുള്ള ഐഡന്റിറ്റി, ഞാൻ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നതാണ്, ഇന്ന വീട്ടിലുള്ളതാണ്, ഇന്ന ഡിഗ്രി ഉണ്ടെന്നൊന്നും നമുക്ക് ചിലപ്പം പറയാതെ നമ്മൾ ഒരു പക്ഷെ നിന്നേക്കാം. പക്ഷെ അള്ളാഹിന്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി മറക്കാൻ പറ്റില്ല. അതുപോലെ നമുക്ക് ചിലരുടെ മുമ്പിൽ നമ്മുടെ ഫീലിങ്സ് മറച്ചു വെക്കാൻ പറ്റും അല്ലെ. നമ്മൾ ഭയങ്കര സന്തോഷം അല്ലെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ മറച്ചു വെക്കും. പക്ഷെ അള്ളാഹിന്റെ മുമ്പിൽ നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ കാലത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതം ഒരു പക്ഷെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് മറച്ചു വെക്കാൻ പറ്റുമായിരിക്കും അല്ലെ. അല്ലെങ്കിൽ നമ്മൾക്കുള്ള പേര്, അത് ചിലപ്പം നല്ല പേരാവാം ചീത്ത പേരാവാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരു പുതിയ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മറച്ചു വെക്കാൻ പറ്റും. പക്ഷെ അള്ളാഹിന്റെ മുമ്പിൽ ഇതൊന്നും മറക്കാൻ പറ്റില്ല അല്ലെ. നമ്മളെ കുറിച്ച് ഓരോ മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിലും അള്ളാഹ്ക്ക് അറിയാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ചിലപ്പം ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരും, അപകടം വരും എന്നൊക്കെ വിചാരിച്ച് നമുക്ക് അത്യാവശ്യത്തിന് പ്രിക്കോഷനൊക്കെ നമുക്ക് എടുക്കാം അല്ലെ. ഭാവിയിൽ ഇന്ന ഇപ്പൊ രോഗമാണെങ്കിൽ അത് പകരാതിരിക്കാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ. പക്ഷെ അത് സംഭവിക്കോ ഇല്ലേന്ന് ആർക്കറിയാം? അള്ളാഹ്ക്കേ അറിയുള്ളൂ അല്ലെ. അപ്പൊ എല്ലാം അറിയുന്നവൻ അവനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാം അറിയുന്നവൻ അവനായാല് ആർക്കാ സംരക്ഷിക്കാൻ പറ്റുക? അവന് മാത്രമേ സംരക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകിച്ച് ഭാവിയെ കുറിച്ച് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് പല കാര്യങ്ങളും വിഷമിക്ക്, അതങ്ങനാവോ ഇതിങ്ങനാവോ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഉണ്ടല്ലേ, അലീമായിട്ടുള്ള യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊട്ടക്ഷനെ കുറിച്ച് ആലോചിച്ച് ബേജാറാവണ്ട. കാരണം ആർക്കാ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ? അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. സുബ്ഹാനല്ലാഹ്. അതേപോലെ അവനെല്ലാം അറിയാം അല്ലെ. ഞാൻ ചെയ്ത ഓരോ കുഞ്ഞു കാര്യങ്ങളും അവൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ എന്നെ ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കും അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ. നീ ഇന്നത് ചെയ്തില്ലേ, ഇന്നത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ക്വസ്റ്റ്യൻ ചെയ്യും. അത് അവന്റെ എല്ലാം അറിയുന്നതിന്റെ ഒരു റിസൾട്ടാണ് അതും അല്ലെ. സുബ്ഹാനല്ലാഹ്. ശ്രദ്ധിക്കണം. അതേപോലെ അവൻ എല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളെ ജീവിതത്തിൽ ഗുണമുണ്ടാക്കാനും അല്ലെങ്കിൽ ദോഷമെന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങൾ കൊണ്ടുവരാനും അവനെ കൊണ്ട് പറ്റും അല്ലെ. പ്രയോജനമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനും ദോഷം ഉണ്ടാക്കാനും അവനെ കൊണ്ട് പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നതൊക്കെയും ഖൈറാണ് കേട്ടോ. ദോഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഒരു പക്ഷെ വിഷമം തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും
അവന് പറ്റും, അവനേ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാത്തിന്റെയും പരമാധികാരം എന്ന് പറയുന്നത് അള്ളാഹു അസ്സ വജൽ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവനെല്ലാം അറിയാം. പിന്നെ സത്യം പറയണെങ്കിൽ ഇത് കേട്ടാൽ തന്നെ ആശ്വസിക്കാൻ അത് മാത്രം മതിലേ. അവനറിയാലോ, അവനറിയാലോ അല്ലെ. നമ്മൾ പലപ്പോഴും നമ്മൾ പലതും ചെയ്യുമ്പോൾ ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കും. നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്താൽ പോലും ആൾക്കാർക്ക് മനസ്സിലാവാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ വിഷമിക്കണോ? വേണ്ട. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും അല്ലെ. എന്നാലും അന്ന് ഞാൻ അത് അങ്ങനെ ചെയ്തു പോയല്ലോ റബ്ബേ, എന്നിട്ട് അവർക്ക് അത് അങ്ങനെ തോന്നിയല്ലോ അല്ലെ, അവർക്ക് വിഷമമായല്ലോ, ഞാൻ അതല്ലല്ലോ ഉദ്ദേശിച്ചത്. ഞാൻ അവരുടെ അടുത്ത് പറയാണ്, അവർ സ്വീകരിക്കുന്നില്ല. അള്ളാഹ്ക്ക് അറിയാം. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. നാളെ എന്റെ ജീവിതത്തിൽ ഇന്ന കാര്യം എന്താവും, അതെന്താവും, ഇതെന്താവും എനിക്ക് അറിയൂല, അള്ളാഹ്ക്കേ അറിയുള്ളൂ അല്ലെ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. എന്തൊരാശ്വാസം അല്ലെ. സുബ്ഹാനല്ലാഹ്. തുടർന്ന് അള്ളാഹ് പറയാണ് വലാ യുഹീതൂന. അവര് എന്താണ്, വലയം ചെയ്യപ്പെടുകയില്ല. യുഹീതൂന, ഹ വാവ് തോ, ഇഹാത്തോ. ഇഹാത്തോ എന്ന് വെച്ചാൽ വലയം ചെയ്യാം, അല്ലെങ്കിൽ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക എന്നൊക്കെ അർത്ഥം. എന്തെങ്കിലും ഒരു കാര്യം ചുറ്റും വലയം ചെയ്യുന്നതിനാണ് ഇഹാത്ത എന്ന് പറയുന്നത്. ബിഷൈഇൻ, ഒന്നിനെ കുറിച്ചും. അതായത് മനുഷ്യന്മാർ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളെ ഒന്നും വലയം ചെയ്യൂല. അതായത് സൃഷ്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. എന്ത്? മിൻ ഇൽമിഹി, അവന്റെ ഇൽമിൽ നിന്ന്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിൽ നിന്ന്, അറിവിൽ നിന്ന്. ഇല്ല ബിമാ ശാഅ, അവൻ ഉദ്ദേശിച്ചത് ഒഴികെ. അത് അള്ളാഹു എന്ത് ആളുകൾ അറിയണം എന്ന് തീരുമാനിച്ചുവോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്തറിയണം എന്ന് തീരുമാനിച്ചുവോ അത് മാത്രമേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് എന്തെങ്കിലും ഒരു കാര്യം ഓക്കെ അത് ഇന്ന ആൾ അല്ലെങ്കിൽ ഇന്ന സൃഷ്ടികൾ അറിയണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതൊരിക്കലും അറിയാൻ പറ്റൂല, അവരെത്ര തന്നെ ശ്രമിച്ചാലും. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. അള്ളാഹുവിന്റെ അൽമ, അതായത് അൽമിഹി എന്ന് പറയുമ്പം ആ അൽമിനെ രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള അൽമ. ഓക്കെ, അള്ളാഹുവിനെ കുറിച്ചുള്ള അൽമ. ആൾക്കാര് അള്ളാഹിനെ കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കും അല്ലെ. അള്ളാഹ് എവിടെയായിരുന്നു, അള്ളാഹ് എങ്ങനെയാണ് ഉണ്ടായത്, സുബ്ഹാനല്ലാഹ്, അള്ളാഹ് ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നോ അല്ലെ. ചിലപ്പോൾ മനസ്സുകളിലേക്ക് വരാം, ഒരുപക്ഷെ നമുക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതുപോലെയുള്ള ചോദ്യങ്ങൾ വന്ന ആൾക്കാരുണ്ടാവും അല്ലെ. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്, പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, നമ്മളില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു, അള്ളാഹ് മാത്രം ഉള്ളത്. അപ്പം അള്ളാഹ് എവിടുന്നാ വന്നത് അല്ലെ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഐഫോസിന്റെ ഒരു സർവേ ഫോം കൊടുത്ത സമയം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പം ഏറ്റവും ചെറിയ കുട്ടികളിൽ നിന്ന്, അതായത് കിഡ്സ് സെക്ഷനിലുള്ള കുട്ടികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം ഇതായിരുന്നു: അള്ളാഹിനെ ആരാ ഉണ്ടാക്കിയേ, അള്ളാഹ് എവിടുന്നാ ഉണ്ടായേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇന്നലെ നമ്മൾ ഇതിൽ ലൈവില് ഡിസ്കസ് ചെയ്യുകയും ചെയ്തില്ലേ കുട്ടികളുടെ ഈ ചോദ്യത്തെ കുറിച്ച്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടാവും അല്ലെ. എവിടുന്നാ ഉണ്ടായേ, എങ്ങനെയാ ഉണ്ടായത്. കുട്ടികൾ അല്ലെങ്കിൽ ഇതുപോലെ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഒക്കെ ഒരു പക്ഷെ ചോദ്യം ചെയ്തേക്കാം. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ആണ് അല്ലെ. കാരണം ഇത് ശൈത്താനിൽ നിന്നുള്ളതാണ്. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പ്ലസ് അഖീദ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. ദീനിൽ ചില ഏരിയാസ് ഉണ്ട് അല്ലെ, നോ ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. അള്ളാഹ് എന്താണോ പറഞ്ഞത് അതിന് അതേപടി സ്വീകരിക്കേണ്ട ഏരിയാസ് ഉണ്ട്. എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യം, അള്ളാഹിനെ കുറിച്ചുള്ള അറിവ്. സുബ്ഹാനല്ലാഹ്. ഇത് നമുക്കത് അള്ളാഹു തന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ശൈത്താന് നമ്മളെ മനസ്സിൽ അതുപോലെയുള്ള സംശയങ്ങളൊക്കെ വേഗം ഔദു ബില്ലാഹ് പറയാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് നമുക്ക് എന്തറിവാണോ തന്നത് അത് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. ഓക്കെ, അള്ളാഹ് എന്താണോ തന്നത് അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല. ഇല്ലാ ബിമാ ശാഅ. നമുക്കറിയാം അള്ളാഹ് കൈ ഉണ്ടെന്ന് അല്ലെ. പല ഹദീസുകളിൽ നിന്നൊക്കെ നമുക്കറിയാം അള്ളാഹ് കൈയുണ്ട്. പക്ഷെ നമ്മൾ അള്ളാഹിന്റെ കൈ എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ പാടുണ്ടോ? ഇല്ല. കാരണം അള്ളാഹ് അത് പറഞ്ഞിട്ടില്ല. അള്ളാഹ് കയ്യിന്റെ സിഫാത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ അത് ചിന്തിക്കാനും പോണ്ട, അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കാനും പോണ്ട. അള്ളാഹ് ആകെ പറഞ്ഞത് കൈയുണ്ടെന്ന്. അതുപോലെ അള്ളാഹിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും അള്ളാഹ് എന്താണോ പറഞ്ഞത് അവിടെ അല്ലെ, അവിടെ നിർത്തുക. അത് ഫേസ് വാല്യൂ, അതിനപ്പുറത്തേക്കും അതിന്റെ ആഴത്തിലേക്കും പരപ്പിലേക്കും ഒന്നും അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതിൽ നമുക്ക് പോവാൻ പാടില്ല അല്ലെ. അപ്പൊ വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് പറഞ്ഞത് അതേപടി ആക്സെപ്റ്റ് ചെയ്യാം. അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമ്മൾ പോവാൻ ശ്രമിച്ചാലും എവിടെ എത്തൂല.
എവിടെ എത്തൂല. പകരം സുബ്ഹാനല്ലാഹ് നമ്മൾ മെയിൻ സ്ട്രീമിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. മുമ്പുള്ള പല സമൂഹത്തിലും ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദാത്തിനെ കുറിച്ചും അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചും ഒക്കെ അള്ളാഹ് പറഞ്ഞതിനപ്പുറം വിശദീകരിക്കാൻ പോയ പല ഗ്രൂപ്പുകളും വേറെ അഹ്ലു സുന്ന വൽ ജമാഅയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പല ഗ്രൂപ്പുകളായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹിനെ കുറിച്ച് നമ്മളടുത്ത് എന്ത് പറയാൻ ഉദ്ദേശിച്ചുവോ അത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റൂല. അത് അറിയാൻ ശ്രമിക്കാം കേട്ടോ. അള്ളാഹ് എന്താ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് അറിയാൻ ശ്രമിക്കാം. അഥവാ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ ശ്രമിക്കാം. പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് ചോദിക്കാൻ പറ്റൂല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അതുകൊണ്ട് എന്താണോ പറഞ്ഞത് അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് അള്ളാഹിനെ കാണണോ? യൗമുൽ ഖിയാമ വരെ വെയിറ്റ് ചെയ്യല്ലേ. അള്ളാഹിനെ കേൾക്കണോ? അള്ളാഹ് ജഡ്ജ്മെന്റ്, അത് ആ ഒരു ദിവസത്തിനായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ചുകൊണ്ടേയിരുന്നാല്, അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരുന്നാല് ഒരു ദിവസം വരൂല്ലേ, സുബ്ഹാനല്ലാഹ് വജഹുല്ലാഹ് ലദ്ദത്തുൻ നദർ, ആ ഒരു ഭംഗി, ആ ഒരു ടേസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് അള്ളാഹിനെ കാണാൻ, അള്ളാഹിനെ കേൾക്കാൻ, ആ ഒരു തൃപ്തി നമുക്ക് കിട്ടാൻ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലെ, സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ കണ്ട് മടങ്ങുമ്പോഴും സ്വർഗത്തിലെ ആളുകൾ കൂടുതൽ കൂടുതൽ ഭംഗിയുള്ളവരാവുന്ന കേൾക്കുന്നത്. പക്ഷെ അത് അവിടെയാണ്, ഇവിടെയല്ല അല്ലെ. അപ്പം ഇവിടെ നമുക്ക് അള്ളാഹിനെ കുറിച്ച് എന്താണോ പറഞ്ഞത് അത് വിശ്വസിക്കുക അല്ലെ. എന്നിട്ട് ആ വിശ്വാസത്തിനനുസരിച്ച് അള്ളാഹ് പറഞ്ഞതിലേക്ക്, അള്ളാഹുവിലേക്ക് ഓടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, അള്ളാഹുവിന്റെ വചകിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ. അപ്പം അൽമിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള അർത്ഥം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്. ഇനി രണ്ടാമത്തെ അർത്ഥം അൽമിഹി, അള്ളാഹുവിന്റെ അറിവ് എന്ന് പറയുമ്പോൾ അവന്റെ ഉടമസ്ഥതയിലുള്ള അറിവ്, അവന്റെ പൊസിഷനിലുള്ള അറിവ്. അതായത് എന്തിനെ കുറിച്ചും അല്ലെ, അള്ളാഹു അല്ലാതെ സൃഷ്ടികൾ, അത് ആദ്യം നമ്മൾ പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അല്ലെ, ഖാലിഖിനെ കുറിച്ചുള്ള അറിവ്. രണ്ടാമത്തെ എന്താണ്? ഖൽക്കിനെ കുറിച്ചുള്ള അറിവ് അല്ലെ, അവന്റെ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ അവന്റെ സൃഷ്ടികളെ കുറിച്ചുള്ള അറിവ്. എല്ലാ കാര്യങ്ങളും. ഓക്കെ, അത് എന്തൊരു കാര്യമായിക്കോട്ടെ, കടലായിക്കോട്ടെ, കാടായിക്കോട്ടെ, മേടായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് ആണ് രണ്ടാമത്തെ അർത്ഥം. അപ്പൊ നമ്മൾ മനുഷ്യന്മാരെന്ന നിലയിൽ അല്ലെ പല ഡിസ്കവറീസും ചെയ്യാറുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ് പലതും നമ്മൾ പഠിക്കാറുണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ അള്ളാഹ് അനുവദിച്ച കാര്യങ്ങൾ മാത്രം അല്ലെ. അള്ളാഹ് ഇപ്പൊ ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ മാത്സിൽ ലോകത്തിൽ ഇത്ര നോളജേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആൾക്കാർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിൽ തന്നെ ഒരു വ്യക്തിക്ക് ഇത്രേ പഠിക്കേണ്ടതുള്ളൂ എന്ന് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത്രേ പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളൂ. കാരണം അള്ളാഹുവിന്റെ തീരുമാനമാണ് അത്, അത്രേ പറ്റുള്ളൂ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം അള്ളാഹ് എത്രയാണോ തീരുമാനിച്ചത് അത്രേ അറിവ് നമ്മളിലേക്ക് എത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് പറ്റൂല. നമ്മൾ കൊല്ലങ്ങളോളം എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചറിഞ്ഞാലും പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഔട്ടർ സ്പേസ് അല്ലെ, ബഹിരാകാശത്തെ കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. അവരെന്തൊക്കെയോ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അള്ളാഹ് തീരുമാനിച്ചതിനപ്പുറത്തേക്ക് അവർക്കും ഇതുവരെ ഒന്നും കിട്ടാൻ പറ്റിയിട്ടില്ല അല്ലെ. നമ്മൾ വലിയ കാര്യത്തിൽ പറയാറുണ്ട് സയൻസ് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സയൻസ് എവിടെ വരെയാ കണ്ടുപിടിച്ചത്? അള്ളാഹു കൊടുത്തത് വരെ അല്ലെ. ഇല്ലാ ബിമാ ശാ. അവൻ ഉദ്ദേശിച്ചത് ഒഴികെ ഒന്നും അവരിലേക്ക് എത്തിയിട്ടുമില്ല. അപ്പൊ ഈ സയൻസ് എന്താ? അള്ളാഹ് കൊടുത്തതാണ് അല്ലെ. അള്ളാഹ് എത്രയാണോ കൊടുത്തത് അത്രേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ സയൻസ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും അള്ളാഹ് കൊടുത്ത അറിവാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ വിചാരിക്കുമോ സയന്റിസ്റ്റുകൾ ഇപ്പം എന്താ അല്ലെ, ആസ്ട്രോനോട്സ് ഒക്കെ അവരിപ്പം ഇത് പിടിച്ചിട്ട് ചന്ദ്രനല്ല, അതിന്റെ അപ്പുറത്ത് ചൊവ്വയിലാണ്, ചൊവ്വന്റെ അപ്പുറത്ത് ബുധനിലാണെന്നൊക്കെ നമ്മൾ പറയൂലേ. ഭയങ്കരമാണ് ഇന്നത്തെ അഡ്വാൻസ്മെന്റ്, AI അങ്ങനെയാണ്, മറ്റേത് ഇങ്ങനെയാണ് എന്നൊക്കെ പറയല്ലേ. സുബ്ഹാനല്ലാഹ്. ഭൂമിയിലാണെങ്കിലും അല്ലെ, ഭൂമിന്റെ അടിയിലേക്ക് കുഴിച്ച് അവർ കോറിലൊക്കെ എന്തൊക്കെയോ കണ്ടുപിടിച്ചെന്നൊക്കെ നമ്മൾ പറയുന്നേക്കാം. എവിടെ വരെ അള്ളാഹു അനുവദിച്ചോ അവിടെ വരെയാണ്. പക്ഷെ നമുക്ക് തോന്നിയേക്കല്ലേ നമ്മളിങ്ങനെ ഇപ്പൊ ഭയങ്കര അറിവിന്റെ പീക്കിലാണെന്നൊക്കെ. സുബ്ഹാനല്ലാഹ്. നമുക്കുള്ള എല്ലാ അറിവും ഒരു ഫ്രാക്ഷൻ ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയുന്നതിന്റെ 0.0000 എത്രയാന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ പെർമിഷനോട് കൂടിയാണ്. സുബ്ഹാനല്ലാഹ്. അവന്റെ തൗഫീഖോട് കൂടി, അവൻ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് അല്ലെ. അവൻ ആ കഴിവ് കൊടുത്തത് കൊണ്ട് മാത്രമാണ്. അപ്പൊ വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അവന്റെ അല്ലെ ആ ഒരു അറിവ്, അവന്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല.
കണക്ട് ചെയ്യുക പ്രസന്റേഷൻ. അപ്പം അള്ളാന്റെ അനുവാദത്തോട് കൂടി അല്ലാതെ ഒന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. മൂസ അലൈഹി ഇസ്ലാമിന്റെ മൂസ അലൈഹി ഇസ്ലാം ഖദറിന്റെ അടുത്ത് അല്ലെ അറിവ് നേടാൻ വേണ്ടിയിട്ട് പോയ ഒരു സംഭവം സൂറ കഹ്ഫില് പറഞ്ഞതായിട്ട് നമുക്കറിയാം. മൂസ അലൈഹി ഇസ്ലാമിന് അറിയാനുള്ള അതിഭയങ്കരമായ ആഗ്രഹം. അപ്പം ഖദറിന്റെ അടുത്ത് അന്വേഷിച്ച് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഈ അറിവിന്റെ യാത്ര ഞാൻ നിർത്തൂല, എനിക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നാലും ഓക്കെ, എന്തൊക്കെയാണോ ഖദറിനടുത്ത് അല്ലെങ്കിൽ ഖദറിന് പറയാറുണ്ട് അടുത്ത് നേടാനുള്ളത് അതൊക്കെ ഞാൻ നേടിയേ അടങ്ങുള്ളൂ. അപ്പം ഖദർ മൂസ അലൈഹി സ്വലാമിന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്താണ് ഈ ഒരു ഇൽമില് എനിക്ക് ശരിക്കും ക്ഷമ കാണിക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. മൂസ അലൈഹി സ്വലാം പറഞ്ഞു, ഇല്ല ഞാൻ എന്തായാലും അല്ലെ നേടിയേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവും. അങ്ങനെ ഖദർ മൂസ അലൈഹി സ്വലാമിനെ കൂടെ കൂട്ടും. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അല്ലെ, എന്താണ്, ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. അപ്പം ആ ഒരു സംഭവം നമുക്കറിയാം സൂറത്ത് കഹ്ഫിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സഹീഹ് ബുഖാരിയുള്ള ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, അവര് ഈ യാത്ര തിരിക്കുന്നത് ഒരു കപ്പലിലാണ് അല്ലെ. അങ്ങനെ കപ്പൽ ബോട്ടിൽ കയറിയിട്ട് ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷി വന്ന് നിന്നിട്ട് ബോട്ടിന്റെ അറ്റത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ അതിന്റെ കൊക്ക് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരിത്തിരി വെള്ളം എടുക്കും, ഒരു തുള്ളി വെള്ളം ഇങ്ങനെ കുടിക്കും. അപ്പം ഖദർ മൂസ അലൈഹി സ്വലാമിന്റെ അടുത്ത് പറയുന്നുണ്ട്, നമ്മളുടെ അറിവ്, അതായത് എന്റെ അറിവും നിന്റെ അറിവും എല്ലാം കൂടെ ഈ കടലിന്റെ എന്താണ് ഈ ഒരു തുള്ളി വെള്ളം ഉണ്ടല്ലോ ഈ പക്ഷിയുടെ കൊക്കിലുള്ള, അത്രയേ ഉള്ളൂ. അള്ളാന്റെ അറിവ് എന്ന് പറയുന്നത് ഈ കടൽ പോലെയാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും അല്ലെ, കടൽ എന്ന് പറഞ്ഞത് എന്താ, ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ എന്താ. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും കൂടെ അറിവെന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു തുള്ളി. സുബ്ഹാനല്ലാഹ്. നമുക്ക് അറിയുന്നത്, നമ്മൾ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായത്, തിരിച്ചറിഞ്ഞത് ഒക്കെ ഒരു ഫ്രാക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ 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 മൈന്യൂട്ടായിട്ടുള്ള ഒരു ഫ്രാക്ഷൻ മാത്രമാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇനി അഥവാ നമുക്ക് ഈ പറഞ്ഞ ഒരു തുള്ളി പോലും നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ് പഠിപ്പിച്ചത് കൊണ്ടാണ് അല്ലെ, അല്ലാതെ ഞാൻ നേടിയതൊന്നുമല്ല, എന്റെ ഭയങ്കര സ്കില്ല് കൊണ്ടോ എന്റെ ഭയങ്കര മഹാത്മ്യം കൊണ്ടോ ഒന്നുമല്ല, അത് അള്ളാഹു അനുവദിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. ഒരേ കാര്യങ്ങൾ പഠിക്കാൻ ഇറങ്ങുന്ന പല ആൾക്കാരുണ്ട് അല്ലെ, അതുപോലെ ഒരേ കാര്യത്തിൽ റിസർച്ച് ചെയ്ത് ഡിസ്കവറി നടത്താൻ വേണ്ടി ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും ഒന്നും കണ്ടുപിടിക്കാറില്ല അല്ലെ, വളരെ കുറച്ച് ആളുകളെ സക്സസ്ഫുൾ ആകാറുള്ളൂ. ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരേ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാവരും സക്സസ്ഫുൾ ആവാറില്ല അല്ലെ. അത് ഒരു റാങ്ക്, ഒരു ഫസ്റ്റ് റാങ്ക് ഒരാൾക്കേ ചിലപ്പോൾ കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ രണ്ടാൾക്കേ കിട്ടാറുള്ളൂ. അപ്പം അറിവെന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഗിഫ്റ്റ് ആണ്. അള്ളാഹ് അത് എല്ലാവർക്കും കൊടുക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും അത് നേടാൻ പറ്റൂല. അള്ളാഹ് ആർക്കാണോ ഉദ്ദേശിക്കുന്നത് അവർക്കേ കിട്ടുള്ളൂ. അള്ളാഹിന്റെ ഗിഫ്റ്റ്. അപ്പൊ നമുക്കൊക്കെയും ഒരു പക്ഷെ അനുഭവം ഉണ്ടാവും അല്ലെ. നമ്മളൊക്കെ പല കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഈവൻ ദീനിന്റെ മാർഗത്തിൽ പോലും പലതും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എല്ലാം ഒന്നും ഒരു പക്ഷെ നമുക്ക് വഴങ്ങുന്നുണ്ടാവില്ല അല്ലെ. ചില കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല. എന്നാൽ ആ കാര്യങ്ങൾ മറ്റുള്ളവർ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അതേപോലെ അവര് ശ്രമിച്ചിട്ട് പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭംഗിയായി പഠിപ്പിക്കുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ അറിവെന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗിഫ്റ്റ് ആണ്. അള്ളാഹ് എത്രയാണോ ഉദ്ദേശിക്കുന്നത് അതേ അള്ളാഹ് കൊടുക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഒറ്റ മിനിറ്റ്, ഞാനൊന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോറി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അറിവെന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു ഗിഫ്റ്റ് ആണ് അല്ലെ. അള്ളാഹു അത് എല്ലാവർക്കും ഒന്നും കൊടുക്കുന്നില്ല. അള്ളാഹു ആർക്കാണോ ഉദ്ദേശിച്ചത്, അവൻ എത്രയാണോ ഉദ്ദേശിച്ചത് അത്രേ അവൻ കൊടുക്കുള്ളൂ. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയുഹു. സുബ്ഹാനല്ലാഹ്. വസിഅ കുർസിയുഹു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവന്റെ കുർസി എന്നാണ് വിശാലമാണ് അല്ലെ, വളരെ വിശാലമാണ്. വസിഅ എന്ന് വെച്ചാൽ വാസ്റ്റ് ആണ്. അത് വാവ് സീൻ ഐൻ വുസ്അ എന്ന് പറഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, വളരെ വാസ്റ്റ് ആയിട്ടുള്ള, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വസിഅ അല്ലെങ്കിൽ വുസ്അ എന്ന് പറയുന്നത്. വസിഅ കുർസിയുഹു എന്ന് പറഞ്ഞാൽ അവന്റെ കുർസീന് എന്ത് ചെയ്യാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റും. എന്തിനാ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുക? അസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ആയത്ത് അറിയപ്പെടുന്നത് തന്നെ ഈ ഒരു കുർസിയുടെ പേരിലാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ആ കുർസിയുടെ മഹത്വം, വലിപ്പം എന്താന്ന് നമുക്ക് അറിയണം. അപ്പോഴാണ് ഈ ഒരു ആയത്തിന് ഈ പേരെന്താന്ന് തന്നെ വന്നത് നമ്മൾ മനസ്സിലാക്കുള്ളൂ അല്ലെ, എത്രത്തോളം വലുതാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. ആയത്തുൽ കുർസി എന്നറിയപ്പെടുന്ന കുർസി എന്ന് പറഞ്ഞ വാക്കിന് ബേസിക്കലി അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫുഡ് സ്റ്റൂൾ ആണ്. അതായത് നമ്മളെ പാദപീഠം എന്ന് പറയുന്നത്, പീഠം കേട്ടിട്ടുണ്ടാവില്ല അല്ലെ, കുഞ്ഞി സ്റ്റൂള്. അതായത് നമ്മൾ കാല് വെക്കുന്ന, കാലിന് റെസ്റ്റ് ചെയ്യിക്കുന്ന, നമ്മൾ എവിടെയെങ്കിലും ഒരു ചെയറിന് മുകളിലൊക്കെ ഇരിക്കുമ്പോൾ കാലിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റൂളാണ്, ഫുഡ് സ്റ്റൂളാണ് കുർസി എന്ന് പറയുന്നത്. ഓക്കെ. അത് പൊതുവെ ആ ഇരിക്കുന്ന, അപ്പം ഒരു വ്യക്തി ഇരിക്കുന്ന ചെയറിനെക്കാളും ചെറുതായിരിക്കും. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്താൽ തന്നെ അറിയാം അല്ലെ. സുബ്ഹാനല്ലാഹ്. ചെയറിനെക്കാളും ചെറുതാണ്, അല്ലെങ്കിൽ സീറ്റിനെക്കാളും അല്ലെങ്കിൽ സിംഹാസനത്തിനേക്കാളും ചെറുതാണ് സ്റ്റൂള് എന്ന് പറയുന്നത്. ഇപ്പൊ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുർസി എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഫുഡ് സ്റ്റൂളാണ്. അതായത് പാദം വെക്കുന്ന ഒരു സ്റ്റൂളാണ്. ആർക്കും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിംഹാസനത്തിന് ശരിക്കും കൊടുക്കേണ്ട രീതിയിലുള്ള ആ ഒരു കൺസിഡറേഷൻ കൊടുക്കാൻ പറ്റൂല. കാരണം അത് അത്രയും വലുതാണ്. സുബ്ഹാനല്ലാഹ്. അത്രയും വലുതാണ്. ഫുഡ് സ്റ്റൂൾ എന്ന് പറയുന്നത് അതിനെ കമ്പയർ ചെയ്തിട്ട് ചെറുതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഫുഡ് സ്റ്റൂള് തന്നെ, അതായത് കുർസി തന്നെ, സുബ്ഹാനല്ലാഹ്, എത്ര വലുതാണ്. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് അല്ലേ. അത് അത്രയും വിശാലമാണ്. അത് ആകാശങ്ങളെയും ഭൂമിയെയും ഉൾക്കൊള്ളാൻ മാത്രം. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഒത്തിരി ബുദ്ധിമുട്ടല്ലേ. ഭൂമി തന്നെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുബ്ഹാനല്ലാഹ് അല്ലെ, ഭൂമിയുടെ ഒരു അറ്റത്ത്, ഒരു മൂലയ്ക്ക്, ഒരു ചെറിയ സ്ഥലത്ത് നമ്മൾ, ഭൂമി മൊത്തവും ആകാശങ്ങളും, ആകാശമല്ല ആകാശങ്ങളും, അതിനെ എല്ലാം ഉൾക്കൊള്ളാൻ മാത്രം വലുതാണ് കുർസി. സുബ്ഹാനല്ലാഹ്. അപ്പൊ കുർസീനെ അപേക്ഷിച്ച് ഈ ഭൂമിയൊക്കെ എന്താ, നിസ്സാരം അല്ലെ, വളരെ ചെറുത്. അപ്പം അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെ, അർഷിന്റെ അവസ്ഥ എന്തായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ കുർസി എന്ന് പറയുന്നത് ആകാശങ്ങളെയും ഭൂമിയെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വിശാലമാണ്. അള്ളാഹുവിന്റെ അർഷ് എന്ന് പറയുന്നത് അപ്പൊ അതിനേക്കാൾ മഹത്തരമായത്, അതിനേക്കാൾ വലുതായിരിക്കും. സുബ്ഹാനല്ലാഹ്. കുർസി അള്ളാഹുവിന്റെ ഖദമീൻ, അള്ളാഹുവിന്റെ പാദങ്ങൾ വെക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ചിലര് കുർസീനെ അർഷായിട്ട് റെഫർ ചെയ്യാറുണ്ട്. പക്ഷെ മെജോറിറ്റി അഭിപ്രായ പ്രകാരം കുർസിയെ അർഷല്ല, അള്ളാഹുവിന്റെ സിംഹാസനമല്ല, പാദം വെക്കുന്ന പാദത്തിന്റെ ഇരിപ്പിടമാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിനകത്ത് പ്രകാരം പറയുന്നുണ്ട്, 7 ആകാശങ്ങളും ഭൂമികളും, ഓക്കെ, 7 ആകാശങ്ങളും ഭൂമിയും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഈ കുർസീനോട്, ഓക്കെ, കുർസീനോട് കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ, മരുഭൂമിയിലെ ഒരു റിങ്, ഒക്കെ, ഒരു ഫിംഗർ റിങ്, നമ്മളെ കയ്യിലുള്ള ഒരു വിരലിലിടുന്ന മോതിരത്തിനെ നമ്മൾ ഒരു മരുഭൂമിയിൽ ചെന്നിട്ട് ഇങ്ങനെ മരുഭൂമിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനെ കാണാൻ പോലും പറ്റൂല അല്ലെ. അപ്പൊ മരുഭൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെ ഫിംഗർ റിങ് എന്ന് പറയുന്നത് എത്ര ചെറുതാണ്, എത്രയോ ചെറുതാണ് അല്ലെ. അപ്പം കുർസീന്റെ മുമ്പില്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഫുഡ് സ്റ്റൂളിന്റെ മുമ്പില് ആകാശങ്ങളും ഭൂമിയും എന്താണ്, ഈ ഒരു റിങ്ങിന്റെ അത്രയേ ഉള്ളൂ. നമ്മളെ കയ്യിലിടുന്ന മോതിരത്തിന്റെ വലിപ്പമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ആ ഒരു ഡിഫറൻസ് ഒന്ന് മനസ്സിൽ കണ്ടോക്കെ. ഒരു മരുഭൂമിയും ഒരു ഫിംഗർ റിങ്ങും. സുബ്ഹാനല്ലാഹ്. വെറുതെ നമ്മളൊരു വലിയ ഒരു കല്യാണ ഹാളിലേക്ക് കയറാൻ വെച്ചോ, ആ കല്യാണ ഹാളിൽ നമ്മൾ ഒരു മോതിരം നിലത്തിട്ട് കഴിഞ്ഞാൽ ആ ഹാളും മോതിരം തമ്മിലുള്ള വലിപ്പത്തിന്റെ വ്യത്യാസം നമുക്ക് ഊഹിക്കല്ലേ. ഈ കല്യാണ ഹാളിന് പകരം ഒരു മരുഭൂമി ആണെങ്കിലോ, അപ്പം എത്ര വ്യത്യാസമുണ്ട്. ഈ കുർസിയും ആകാശങ്ങളും ഭൂമിയും ശരിക്കും എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ പറയുമ്പോൾ പോലും അതിനെ അങ്ങോട്ടേക്ക് ചിന്തിക്കാൻ നമ്മളെ ബ്രെയിനൊന്നും എത്തുന്നില്ല അല്ലെ. അപ്പൊ എത്ര ചെറുതാണ്
ആകാശവും ഭൂമിയും ഒന്ന് ആലോചിച്ചു നോക്കുക. ആകാശങ്ങളും ഭൂമിയും സുബ്ഹാനല്ലാഹ്. അപ്പം ഈ കുർസീനേക്കാളും വലുതാണ് അർശിലെ. അപ്പം സുബ്ഹാനല്ലാഹ്. ഇനി അർഷും കുർസിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതേപോലെ മരുഭൂമിക്ക് റിങ്ങിനും തമ്മിലുള്ള വ്യത്യാസമാണ് അർഷും കുർസിയും തമ്മിലുള്ള വ്യത്യാസം. സുബ്ഹാനല്ലാഹ്. എന്തായിരിക്കും അർഷിന്റെ വലിപ്പം? ഇനി ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കിയേ. അർഷിൽ നിന്ന് അല്ലെ, അർഷും കുർസിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അർഷിന് മുമ്പിൽ കുർസി വെറും മരുഭൂമിയിലെ ഒരു റിംഗ് ആണ്. കുർസീന്റെ മുമ്പിൽ ആകാശങ്ങളും ഭൂമിയും ഒരു മരുഭൂമിയിലെ റിംഗ് ആണ്. ഈ ആകാശങ്ങളും ഭൂമി എന്ന് പറയുമ്പോഴേ നമ്മള് അതിനകത്ത് ഭൂമിയില് ഏതോ ഒരു കുഞ്ഞി സ്ഥലത്തെ ഒരാളാണ് നമ്മൾ അല്ലെ. അപ്പം നമ്മള് എത്ര ചെറുതാണ്, എത്ര ചെറുതാണ് നമ്മള്. സുബ്ഹാനല്ലാഹ്. ഒരു മലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ തന്നെ അല്ലെ നമ്മൾ എത്ര ചെറുതാ. മലനെ ഭൂമിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മല എത്ര ചെറുതാ. ഭൂമിനെ സൂര്യനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭൂമി എത്ര ചെറുതാ. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോതിരത്തിന്റെ വലുപ്പേ ആവുന്നുള്ളൂ എന്നാ പറയുന്നത്. കുർസിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ നടന്നു പോകുമ്പോ അല്ലെ, ഒരു ഉറുമ്പ് നമ്മളെ കടിച്ചു കഴിഞ്ഞാല്, ചെറിയ സാധനം അല്ലെ, ഇത് എന്താണ് ഇപ്പത്, കുഞ്ഞിൻ ഉറുമ്പ്, നമുക്ക് ഭയങ്കര നിസ്സാരമായിട്ട് തോന്നില്ലേ. ആ ഉറുമ്പിന്റെ വലുപ്പമൊന്നും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കില്ല. അല്ലെങ്കിൽ ഒരു പൊടി, സുബ്ഹാനല്ലാഹ്, ഓ ഇതൊക്കെ എന്ത് ചെറുത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതിനേക്കാളും ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് അപ്രസക്തമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ. ഒന്നുമല്ല, നിസ്സാരമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അഹങ്കാരം എന്ന് പറയുന്ന സംഭവം, കിബർ എന്ന് പറയുന്ന സംഭവം, എനിക്കറിയാം, ഞാനറിയും, എനിക്കറിയുന്നത് ശരിയാ, എനിക്കറിയാം എന്നുള്ള ചിന്ത, ശരിക്കും ഇൽമിനെ കുറിച്ച് പറഞ്ഞില്ലേ, അള്ളാഹ് അനുവദിച്ചതല്ലാതെ ഒന്നും നമ്മളിലേക്ക് എത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് അനുവദിച്ച അളവിലല്ലാതെ അണ്ടർസ്റ്റാൻഡിങ് പോലും നമ്മളിലേക്ക് അല്ലെ, അറിഞ്ഞെന്നുള്ളേക്കാളും അപ്പുറത്താണ് അതിന്റെ മനസ്സിലാക്കൽ, ഉൾക്കൊള്ളൽ. നമ്മൾ ഇന്നലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ എവിഡൻസ് എന്ന് പറയുന്നത് ഖുർആന്റെ ആയത്തുൽ കുർസിന്റെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളുടെയൊക്കെ ഭാരം എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഫഹ്മ് ഫിഖ് ചെയ്യാന്ന് പറയുന്നത് അതിനേക്കാൾ ഹെവി. അതും അള്ളാഹ് അനുവദിച്ചതേ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളൂ അല്ലെ. അതുകൊണ്ട് ഞാൻ, എന്റെ അറിവ്, ഞാൻ എന്നുള്ള ആ ഒരു ചിന്ത, കിബർ നമുക്ക് ഒട്ടും യോജിക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അല്ലെ, ഒരു ഉറുമ്പ് നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിടിച്ച് ഞാൻ റെഡി, എന്നെ കടിക്കാൻ മാത്രം ധൈര്യം. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ചിന്തിക്കില്ല, അത്ര നിസ്സാരാണ് നമുക്ക് അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മൾ ഭൂമിയിലൂടെ ഇങ്ങനെ അഹങ്കാരത്തോട് കൂടി നടക്കുക. ആ ഉറുമ്പിന്റെ വലിപ്പം പോലും നമുക്ക് ഇതിനൊന്നും കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇല്ല. നമ്മളിപ്പോഴും അഹങ്കാരത്തോട് കൂടി അത്രയും വലിയ റബ്ബിന്റെ അടുത്ത് അഹങ്കാരം കാണിച്ച്, ധിക്കാരം കാണിച്ച് നമ്മൾ ഭൂമിയിൽ നടക്കുകയാണ്. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞും തെറ്റായ കാര്യങ്ങൾ ചെയ്തും, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞും ചെയ്തും അല്ലെ, ഹൃദയത്തിൽ മോശമായ വികാരങ്ങൾ വെച്ചും രോഗങ്ങൾ വെച്ചു അറിഞ്ഞുകൊണ്ട് തന്നെ വെച്ചുകൊണ്ടും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇത്രയും വലിയ റബ്ബിന്റെ അടുത്താണ് നമ്മൾ ഈ അഹങ്കാരമൊക്കെ കാണിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ശരിക്കും റബ്ബിന്റെ വലിപ്പത്തിനെ കുറിച്ച് പറയാതെ പറയാണ് ഈ ആയത്തിൽ അല്ലെ. സുബ്ഹാനല്ലാഹ്. ഓരോ വാക്കിലും റബ്ബിന്റെ മഹത്വത്തിനെ കുറിച്ച് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ആയത്തില്. സുബ്ഹാനല്ലാഹ്. അള്ളാഹിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എന്താ, ഭയങ്കര ഇൻസിഗ്നിഫിക്കന്റ് ആണ്, വളരെ ചെറുതാണ്, വളരെ അപ്രസക്തമാണ്. സുബ്ഹാനല്ലാഹ്. എന്നാലും നമ്മൾ വിചാരിക്കുന്ന നമ്മൾ റബ്ബിന്റെ മുമ്പിൽ കൈ ഉയർത്തേണ്ട ആവശ്യമില്ല അല്ലെ, സഹായം തേടേണ്ട ആവശ്യമില്ല. എത്ര നമ്മളെടുത്ത് റബ്ബിന്റെ അടുത്ത് ചോദിക്കും ഇതോ ആ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ചെറിയൊരു അഹങ്കാരാണ് അല്ലെ, ചെറിയൊരു ക്ഷമക്കുറവാണ് നമുക്ക്. സുബ്ഹാനല്ലാഹ്. ഓ ഞാൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ആരെങ്കിലും മനുഷ്യന്മാര് ഇതേപോലെ എന്നെ പോലെ നിസ്സാരരായ കീടങ്ങളായ ഒന്നിനും കൊള്ളാത്ത വളരെ ഇത്തിരി ആയിട്ടുള്ള കമ്പാരിറ്റീവ്ലി ഒന്നുമില്ലാത്ത മനുഷ്യന്മാരുടെ സഹായം മതി നമുക്ക്. അത്രയും വലിയ റബ്ബിന്റെ, എല്ലാം കഴിയുന്ന റബ്ബിന്റെ സഹായം നമുക്ക് വേണ്ട. ഞാൻ കൈ ഉയർത്തൂല, ഞാൻ ദുആ ചെയ്യൂല, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ദുആ അങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ പടപടാന്ന് പറഞ്ഞു പോവുകയുള്ളൂ, ഞാൻ ചിന്തിക്കുകയില്ല, റബ്ബിന്റെ അടുത്ത് ചോദിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ശരിക്കും അല്ലാഹ് ഇല്ലാണ്ട് നമ്മൾ സീറോ ആണ് അല്ലെ. നമ്മളെ നിലനിൽപ്പിലേക്ക് കൊണ്ടുവന്നവൻ റബ്ബാണ്. അവൻ ഈ ഇത് നിർത്തിക്കഴിഞ്ഞാ നമ്മൾ ഒന്നും ഇല്ല അല്ലെ. അവന്റെ സംരക്ഷണം നിർത്തിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമിയെയും ഉൾക്കൊള്ളുന്ന അത്രയും വിശാലമാണ് അവന്റെ കുർസി. കുർസിന്ന് മനസ്സിൽ വരുമ്പോ തന്നെ ശരിക്കും ആ ഒരു സ്റ്റൂളിന്റെ പിക്ചർ ഒന്ന് ഓർക്കുക. എന്നിട്ട് മനസ്സിലാക്കുക ഈ കുർസി എന്ന് പറയുന്നത്, കുർസീന്റെ മുമ്പിൽ ആകാശങ്ങളും ഭൂമിയും
വെറും ഒരു റിങ്ങിന്റെ വലുപ്പം മരുഭൂമിയിൽ എത്രയാണോ അത്രയേ ഉള്ളൂ. ഇനി കുർസിയും അർഷും തമ്മിലുള്ള വ്യത്യാസവും ഇത് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, 7 ആകാശങ്ങളും ഭൂമിയും ഫ്ലാറ്റൻ ചെയ്തിട്ടൊക്കെ പരത്തിയിട്ട് ഇങ്ങനെ ഒന്നിനടുത്ത് ഒന്നായിട്ട് വെച്ച് കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ്, ഇതേ സെയിം നേരത്തെ പറഞ്ഞ അതേ അതിന്റെ വേറൊരു വേർഡിങ്സ് തന്നേ ഉള്ളൂ. അത് എല്ലാം കൂടെ കൂടി കഴിഞ്ഞാല് മരുഭൂമിയിലെ ഒരു റിങ് പോലെയേ ഉള്ളൂ കുർസിയുമായിട്ട് കമ്പയർ ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുള്ളൂ. വസിഅ കുർസിയു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ. അള്ളാഹ്ക്ക് ഒരു ഭാരമേ അല്ല എന്ത് ഹിഫ്ദുഹുമാ, അതിനെ രണ്ടിനെയും ഹുമാ ആകാശങ്ങളെയും ഭൂമിയെയും ഹിഫ്ദ് ചെയ്യാൻ, സംരക്ഷിക്കാൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ചെറുതാണ്, നിസ്സാരമാണ് അല്ലെ. അർഷിനെയും കുർസീന്റെയും ഒരു കമ്പാരിസൺ നമ്മൾ കണ്ടു, കുർസീന്റെയും ആകാശങ്ങളുടെ ഭൂമിയുടെയും കമ്പാരിസൺ നമ്മൾ കണ്ടു. ഇതിന്റെയൊക്കെ മേലെയാണ് റബ്ബ്. അപ്പം വലായ ഉദുഹു ഹിഫ്ദുഹുമാ, അള്ളാഹ്ക്ക് ഇത് നിസ്സാരമാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അള്ളാഹ്ക്ക് അതൊരു ഭാരമേ അല്ല, വളരെ ചെറുതാണ്. അതിനെ ടേക്ക് കെയർ ചെയ്യാന്ന് പറഞ്ഞത് അള്ളാഹിനെ ക്ഷീണിപ്പിക്കുന്നേ ഇല്ല. സുബ്ഹാനല്ലാഹ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ചോക്കാം, ഒരു കുഞ്ഞു ബുക്ക് ഷെൽഫ് ഉണ്ടെന്ന് വിചാരിക്കാം വീട്ടില്. നമ്മളെ ഹൈറ്റിനെത്തുന്ന ഒരു ബുക്ക് ഷെൽഫ്, കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം വൃത്തിയായിട്ട് അതിനെ ചെക്ക് ചെയ്യും, മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യും അല്ലെ. ഇനി നമ്മളൊരു ഹ്യൂജ് ലൈബ്രറി ഉണ്ടെന്ന് നോക്കാം, അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റക്ക് പറ്റൂല അല്ലെ. കുറേ ഷെൽഫുകളുണ്ട്, പലതരം ബുക്കുകളുണ്ട്. അപ്പൊ അതിന് ഓരോ സെക്ഷനും ചിലപ്പം ഓരോരുത്തർ വേണ്ടി വരും, എഴുതി വെക്കേണ്ടി വരും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഒരിത്തിരി കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. കാര്യങ്ങൾ വലുതാവുമ്പോൾ അത് ഭീകരമാവും അല്ലെ. സുബ്ഹാനല്ലാഹ്, കൂടുതൽ പ്രയാസമാവും. ഇവിടെ ഈ പറഞ്ഞ എല്ലാം എന്താണ്, റിങ്ങിന്റെ വലുപ്പേ ഉള്ളൂ അല്ലെ. എല്ലാം ചെറുതാണ്, നിസ്സാരമാണ് അള്ളാഹ്ക്ക്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് വലായ ഊദുഹു ഹിഫ്ളുഹുമാ അല്ലെ, അതിനെ ഒന്ന് സംരക്ഷിക്കാന്ന് പറഞ്ഞാല് അള്ളാഹ്ക്ക് ഒരു വിഷയമല്ല. ഇനി അത് വലുതാണെന്നിരിക്കട്ടെ, ഈ പറഞ്ഞതൊക്കെ വലുതാണെന്നിരിക്കട്ടെ, എന്നാലും അള്ളാഹു തളരുവോ? ഇല്ല. കാരണം ലാ തഖുദുഹു സിനത്തും വലാ നൗം, അവന് ഉറക്കവും മയക്കവും ക്ഷീണമൊന്നുമില്ല. അവനെന്താണ്? അൽ ഹൈ വൽ ഖയ്യൂം അല്ലെ. ഹയ്യാണ്, ഖയ്യൂമാണ്. സുബ്ഹാനല്ലാഹ്. യഊദു എന്ന വാക്കിന് റൂട്ട് ലെറ്റേഴ്സ് ഹംസ വാവ് ദാൽ. ഔദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബെൻഡ് ചെയ്യുക, വളയുക. എന്തുകൊണ്ട്? ഭാരം കൊണ്ട് വളയുന്നതിനാണ് ഔദ് എന്ന് പറയുന്നത്. ആദ യഊദു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ക്യാരി ചെയ്തിട്ട് അത് ഭയങ്കര ഹെവി ആയിട്ട് നമ്മൾ ഭാരം കൊണ്ട് വളഞ്ഞു പോകുന്നതിനാണ് ആ യഊദു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം അതിഭയങ്കരമായ ഭാരം, ഹെവി ബേർഡൻ ഉണ്ടാവുന്നതിനാണ് യഊദു എന്ന് പറയുന്നത്. അപ്പം വലാ യഊദുഹു, അവനത് ഭാരമാവുന്നില്ല, അവനതുകൊണ്ട് ക്ഷീണിക്കുന്നില്ല. എന്തുകൊണ്ട്? ഹിഫ്ദുഹുമാ. ഹിഫ്ദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, സംരക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക, ഗാർഡ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. ഹിഫ്ദുഹുമാ, ആകാശങ്ങളെയും ഭൂമിയും അല്ലെ, അവ രണ്ടിന്റെയും അതിന്റെ സംരക്ഷണം അവനൊട്ടും ഭാരമാവുന്നില്ല. വഹുവൽ അലിയുൽ അദീം, എന്താണ്? അവൻ മാത്രമാണ് ആര്? അൽ അലി അൽ അദീം. അലി എന്ന് പറയുന്നത് ഐൻ ലാം വാവ് ഒലു എന്ന വാക്കിൽ നിന്നാണ് അലി ഉണ്ടായത്. ഒലു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും ഉന്നതമായിട്ടുള്ളത്, ഏറ്റവും ഉയർന്ന അവസ്ഥയിലുള്ളത്, ഗ്രേറ്റ് ആയിട്ട് ഹൈറ്റിലുള്ളത്. ഒലുവുള്ള ആൾക്കാണ് അലി എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്നിരിക്കുന്നത്, എല്ലാത്തിനേക്കാളും എല്ലാവരെക്കാളും ഉയർന്നിരിക്കുന്നത് എന്നുള്ള അർത്ഥമാണ് ഒലു. ഓക്കെ. ഫൗക കുല്ലു ഷൈഇൻ, എല്ലാത്തിനേക്കാളും മേലെ. സുബ്ഹാനല്ലാഹ്. അത് രണ്ടർത്ഥത്തിലാണ് അള്ളാഹു ഒലു ഉള്ളത്. ഒന്ന് അള്ളാഹുവിന്റെ ദാത്തില്, അള്ളാഹുവിന്റെ ദാത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിലനിൽപ്പ്, അതായത് ഫിസിക്കൽ ബീയിങ്. അള്ളാഹു എന്താണോ അതില് അള്ളാഹു എല്ലാത്തിന്റെയും മേലെയാണ്. രണ്ട്, അള്ളാഹുവിന്റെ സിഫാത്തില്. ഓക്കെ, അള്ളാഹുവിന്റെ സിഫത്തുകളും ഈ പറഞ്ഞ പോലെ എല്ലാത്തിന്റെയും മേലെയാണ്. ദാത്ത് എന്ന് പറയുമ്പം ഇസ്ലാഹു അലൈഹി സ്വലമ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അള്ളാഹു 7 ആകാശങ്ങൾക്കും മേലെയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാത്തിന്റെയും മേലെയാണ്. എന്നാൽ ചില ആൾക്കാര് അള്ളാഹു അല്ലെ, ദൈവം എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്, തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. നമ്മൾ ഇതൊക്കെ നല്ല വിശദമായി തന്നെ അഖീദ ക്ലാസ്സിൽ അൽ ഒലു എന്നുള്ള ഒരു മൊഡ്യൂള് വിശദീകരിച്ചിട്ടുണ്ട്, തെളിവുകളോടുകൂടി. താല്പര്യമുള്ളവർക്ക് അത് കേട്ട് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം അള്ളാഹു എല്ലാത്തിലും ഉണ്ട്, അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അത് ഭയങ്കര ശരിയല്ല എന്നല്ല, അത് ഭയങ്കരമായ തെറ്റാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദാത്ത് എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും മേലെയാണ്, അള്ളാഹുവിന്റെ നിലനിൽപ്പ്, എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അള്ളാഹ് എല്ലാ സ്ഥലത്തുണ്ടെന്ന് പറയുമ്പോഴേ, നമ്മളെ ചുറ്റിലുണ്ട്, ഡെസ്കിലുണ്ട്, ബെഞ്ചിലുണ്ട്, റൂഫിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നഊദു ബില്ലാഹ്, ഭയങ്കര തെറ്റാണ് അത്. അള്ളാഹ് എല്ലാ സ്ഥലത്തും അല്ല, അള്ളാഹുവിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും മേലെയാണ്.
അത് സിഫാത്തില് ഉള്ള മേലെ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇൽമ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ദാത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു അൽ അലിയ എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാത്തിന്റെയും മേലെ, അർഷിന്റെയും മേലെയാണ് അള്ളാഹു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ സിഫാത്ത് എല്ലാത്തിന്റെയും മേലെ എന്ന് പറയുമ്പോൾ എല്ലാരെക്കാളും മേലെയാണ് അള്ളാഹുവിന്റെ എല്ലാ സിഫാത്തുകളും അല്ലെ. അള്ളാഹുവിന്റെ അറിവ് എല്ലാ അറിവിനേക്കാളും മേലെയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് ഒരറ്റത്ത് ആളുകൾ ഇങ്ങനെ പറയും, എന്താണ്, അള്ളാഹ് എല്ലാത്തിലും ഉണ്ട്, തൂണിലുണ്ട്, തുരുമ്പിലുണ്ടെന്ന് പറയും. വേറൊരു എക്സ്ട്രീമിൽ ആൾക്കാർ പറയും അള്ളാഹ് ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, അവിടെ ഇല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹ് നമ്മളെ അടുത്ത് എന്താ പറഞ്ഞത്? അള്ളാഹു അൽ അലിയാണ്, എല്ലാത്തിന്റെ മേലെയുണ്ട്. ഇസ്തവ അലൽ അർഷിലെ, അർഷിന്റെ മേലെ ആസനസ്ഥനായിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ ദാത്ത് അങ്ങനെയാണ്, എല്ലാത്തിന്റെ മേലെ. അള്ളാഹുവിന്റെ സിഫാത്ത് എന്ന് പറയുമ്പോൾ എല്ലാം അല്ലെ, അള്ളാഹുവിന്റെ സിഫത്തുകൾ എല്ലാം എല്ലാത്തിന്റെയും മേലെയാണ്. സുബ്ഹാനല്ലാഹ്. എന്തൊരു സിഫത്ത് എടുത്തു കഴിഞ്ഞാലും, ഇൽമായിക്കോട്ടെ, ബസറായിക്കോട്ടെ, കാഴ്ചയായിക്കോട്ടെ, കേൾവി ആയിക്കോട്ടെ, കാരുണ്യമായിക്കോട്ടെ, എല്ലാ സിഫത്തുകളും അള്ളാഹുവിൻ്റെത് എല്ലാത്തിന്റെയും മേലെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അൽ അലി എന്ന് പറയുന്നത് അവനേക്കാൾ മേലെ ആരും ഇല്ല ഒരു കാര്യത്തിലും. അതേപോലെ അവനേക്കാൾ മഹത്വമേറിയതും ആരുമില്ല. അവന്റെ നിലനിൽപ്പിലും ഫിസിക്കൽ എക്സിസ്റ്റൻസിലും അതേപോലെ അവന്റെ സിഫത്തുകളിലും. സുബ്ഹാനല്ലാഹ്. അൽ അദീം എന്ന് പറയുമ്പോൾ ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ളത്, ഗ്രേറ്റ് ആയിട്ടുള്ളത്, മഹത്തരമേറിയത് അല്ലെങ്കിൽ ശ്രേഷ്ഠമായത്. സുബ്ഹാനല്ലാഹ്. അൽ അലീം എന്ന് പറയുമ്പം അതില് അങ്ങേയറ്റം പവർഫുൾ ആണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലെ, അങ്ങേയറ്റം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളതാണ്. ഐൻ മീം ദുൽ അദമ. ദുൽ അദമ എന്ന് പറഞ്ഞാൽ അദമ പൊസസ് ചെയ്യുന്ന, ഓൺ ചെയ്യുന്ന ആൾ. സുബ്ഹാനല്ലാഹ്. അദം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്നെസ്, മഹത്വം. ഓക്കെ. സുബ്ഹാനല്ലാഹ്. അത് അവന്റെ ദാത്തിലും, വീണ്ടും അതായത് അവന്റെ നിലനിൽപ്പിലും, ഫിസിക്കൽ നിലനിൽപ്പിലും ഉണ്ട്, പിന്നെ അവന്റെ പവറിലുണ്ട്, സിഫത്തുകളിലും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ശ്രേഷ്ഠത. ഓക്കെ. അള്ളാഹുവിന്റെ ഫിസിക്കലായിട്ടുള്ള നിലനിൽപ്പില്, ബീങ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ എക്സിസ്റ്റൻസ്, ദാത്തില് അവൻ ഏറ്റവും ശ്രേഷ്ഠനാണ്. അവന്റെ പവറിൽ അവൻ ഏറ്റവും കൂടിയതാണ് അല്ലെ. അതുപോലെ അവന്റെ സിഫാത്തുകളിലും ഏറ്റവും ശ്രേഷ്ഠമായത്, മഹത്തരമായതാണ്. അപ്പം അവൻ മാത്രമേ ഉള്ളൂ അൽ അലി അൽ അദീം അല്ലെ. അപ്പൊ എങ്ങനെയാണ് അള്ളാഹു അൽ അലി ആവുന്നത്? കാരണം ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ആരാധ്യനില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തൊരു കാര്യത്തിലും, അപ്പം നമ്മൾ വീട്ടിൽ അല്ലെ, ഏറ്റവും പവർ ആർക്കാ? ഉപ്പാക്കാണ്. കാരണം ഉപ്പാക്കാണ് ഏറ്റവും കൂടുതൽ കഴിവുള്ളത്, പൈസ ഉള്ളത്, പ്രായം കൊണ്ട് എല്ലാം കൊണ്ടും ഉപ്പ മേലെയാണ് അല്ലെ. അതുകൊണ്ട് ഉപ്പാണ് ഏറ്റവും ശ്രേഷ്ഠം. നമ്മളൊരു സമൂഹത്തിലേക്ക് വരുമ്പോൾ അല്ലെ, കൂടുതൽ പൈസയും പ്രതാപവും ഉള്ള ആളുകളായിരിക്കും ഏറ്റവും മേലെ അല്ലെ, അവരെയാണ് നമ്മൾ മേലെ ആയിട്ട് കണക്കാക്കുന്നത്. ഇവിടെ അള്ളാഹിനെ പോലെ വേറെ ഒരു ആരും തന്നെ ഇല്ല അല്ലെ. ലാ ഇലാഹ ഇല്ലാഹു, അവനെ പോലെ ആരാധ്യൻ വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ അവനാണ് അൽ അലി, ഏറ്റവും മേലെ അവനാണ്. കാരണം അവൻ അൽ ഹയ്യാണ് അല്ലെ, അത് എന്താന്ന് നമ്മൾ കണ്ടു. അൽ ഖയ്യൂമാണ്, അതും നമ്മൾ കണ്ടു. പിന്നെ ലാ തഖുദുഹു സിനത്തും വലാ നൗം, അതും കണ്ടു അല്ലെ. മാത്രമല്ല മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവനെ കൂടാതെ ആർക്കും ശിഫാഅ ചെയ്യാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതെങ്ങനെ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അള്ളാഹു അൽ അലിയാണ്. അള്ളാഹു മാത്രമാണ് അൽ അലി അല്ലെ, അള്ളാഹു മാത്രമാണ് അൽ അലീം. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചൊക്കെ, നമ്മൾ എത്ര നിസ്സാരരാണ്. സുബ്ഹാനല്ലാഹ്. എത്ര ചെറുതാണ് അല്ലെ. ഇതിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ വലിപ്പൊന്ന് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഒരുപക്ഷെ നമ്മൾ സ്വർഗത്തിലെ പല കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, വീടിന്റെയും പല കാര്യങ്ങളുടെയും വലിപ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ നിസ്സാരമായ അല്ലെങ്കിൽ അധികം വിശാലമായി ചിന്തിക്കാൻ പറ്റാത്ത നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നിയേക്കാം അത്രയും വിശാലത, അത്രയും വലുപ്പം നമുക്ക് ആവശ്യമില്ല. നമ്മൾ പൊതുവെ ചെറുതുമതി എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഭൂമിയിൽ തന്നെ ഒരു ഗ്രാൻഡ്നെസ് എന്ന് പറയണമെങ്കിൽ അല്ലെ, ഒരു വീട് ഭയങ്കര ഗ്രാൻഡ് ആവുന്നത് അത് കൊട്ടാര സദൃശമാവുമ്പോഴാണ് അല്ലെ. ഭയങ്കര വലുതായിട്ട് അതിന്റെ സീലിംഗ് ഒക്കെ ഭയങ്കര ഹൈറ്റിലാവുമ്പോൾ, അല്ലെങ്കിൽ ഹാളൊക്കെ വളരെ വിശാലമാവുമ്പോഴാണ് ഭൂമിയിലെ കോൺസെപ്റ്റിൽ തന്നെ അത് ഗ്രാൻഡ് ആവുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് കൂടുതൽ വലുതാവാന്ന് പറയുമ്പോൾ വളരെ ഗ്രാൻഡ് ആവാണ് അല്ലെ സ്വർഗത്തില്. സുബ്ഹാനല്ലാഹ്. നമുക്ക് അതിനെയൊന്നും ഉൾക്കൊള്ളുന്ന രീതിയിൽ ചിന്തിക്കാൻ പോലും നമ്മുടെ ബ്രെയിനും നമ്മുടെ മനസ്സും ഒന്നും എത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വലുപ്പത്തിനെ കുറിച്ച് ഈ ആയത്തില് വളരെ പല ആംഗിളിൽ നിന്നും പറഞ്ഞു അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ നിസ്സാരത നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആയത്താണത്. സുബ്ഹാനല്ലാഹ്. ഭയങ്കര നമ്മളെ കുറിച്ച് ശരിക്കും ഒന്നിനും കൊള്ളൂല എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു ആയത്താണത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടും ഇത്രയും നിസ്സാരമായിട്ടും അള്ളാഹു നമ്മളടുത്ത് കാണിക്കുന്ന സ്നേഹം, അള്ളാഹു നമ്മളോട് കാണിക്കുന്ന കാരുണ്യം, സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ തന്നിട്ടും, ഇതൊക്കെ കിട്ടിയിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ, നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അനുസരണക്കേടുകൾ, സുബ്ഹാനല്ലാഹ്.
നമ്മളെ ഒന്നിനും പറ്റൂലല്ലേ, നമ്മളുടെ അടുത്ത് ഫുൾ അപാകതകളാണ്, ഫുള്ള് ന്യൂനതകളാണ്, നമ്മൾ ചെയ്യുന്നതൊക്കെയും അബദ്ധങ്ങളാണ് അല്ലെ. എത്ര അറിഞ്ഞ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നമ്മളെ അടുത്ത് തെറ്റുകൾ വന്നുകൊണ്ടിരിക്കുക, ഒന്നിനും മേലെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ പെർഫെക്റ്റേ അല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അത്രയും നിസ്സാരരാണ് നമ്മൾ അല്ലെ. എന്നിട്ടും അള്ളാഹ് നമ്മളെ കേൾക്കുക, നമ്മളെ അറിയാൻ ശ്രമിക്കുക, നമുക്ക് കാരുണ്യം തന്നുകൊണ്ടിരിക്കുക, നമുക്ക് സ്നേഹം തന്നുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. എന്നാ നമ്മൾ ഈ തിരിച്ച് ഈ അള്ളാനെ മനസ്സിലാക്കുന്നതിന് പകരം സൃഷ്ടികളിലേക്കാണ് അല്ലെ നമ്മളിപ്പോഴും. സുബ്ഹാനല്ലാഹ്, അവരെന്നെക്കാളും മേലെയാണോ, അവരെന്നെക്കാളും മികച്ചതാണോ? നമ്മൾ അള്ളാഹുവിലേക്കാണ് നമ്മളുടെ ഓട്ടം എന്നുണ്ടെങ്കിൽ നമുക്കിതിനൊന്നും സമയം ഉണ്ടാവില്ല. ചുറ്റുപാടും ആരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ചിന്തിക്കാനും അവരെ വിലയിരുത്താനും അവരെ കുറ്റം പറയാനും നമുക്ക് സമയം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, നമ്മളെ ഓട്ടം അള്ളാഹുലേക്കാണെങ്കിൽ, നമ്മളെ മാതൃക, നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആണെങ്കിൽ, ചുറ്റുപാടുള്ള ആര് എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മളെ ബാധിക്കൂല. സുബ്ഹാനല്ലാഹ്, നമ്മൾ കൂടുതൽ നമ്മളെ മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രയും നിസ്സാരരായിട്ടുള്ള നമ്മളെ അള്ളാഹു ഇത്രയും കാരുണ്യത്തോടു കൂടി, ഇത്രയും സ്നേഹത്തോടു കൂടി അള്ളാഹു നമ്മളെ കരുതുകയാണ് അല്ലെ. നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് അള്ളാഹ് തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത്ര നിസ്സാരരായിട്ടും അല്ലെ. ചില സമയത്ത് നമ്മളൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും, നമ്മൾ അതിനുവേണ്ടി അതിഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും, അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് അത് പ്ലാനിങ്ങിന് നേരെ ഓപ്പോസിറ്റ് പോകും. സുബ്ഹാനല്ലാഹ്. അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്ക് സങ്കടം വരില്ല, ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അത് അങ്ങനെ നടന്നില്ല. പക്ഷെ ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ ഇത്ര നിസ്സാരരായ നമ്മളുടെ ജീവിതത്തില്, അതായത് നമ്മൾ ഒരു തരത്തിലും ഫോൾട്ട് ആവാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത കാര്യം അതല്ലാതെ നടക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു തീരുമാനം അവിടെ ഉണ്ട് അല്ലെ. നിനക്കിതാണ് ഖൈർ, നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കട്ടെ എന്ന് അള്ളാഹ് തീരുമാനിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ സന്തോഷിക്കാൻ വേണ്ട അല്ലെ. ഇത്രയും കോടാനുകോടി സൃഷ്ടികളുടെ ഇടയിൽ ഇത്രയും നിസ്സാരയായ എന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന, ഇത്രയും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ, ഇത്രയും പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇത്രയും നിസ്സാരമാക്കി അള്ളാഹു സുബ്ഹാനഹു തആല കരുതുന്ന, ഇത്രയും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന എന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ഞാൻ ചെയ്ത പ്ലാൻ തെറ്റാണെന്ന് എന്നെ തിരിച്ചറിയിക്കുന്നുണ്ട് റബ്ബ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, എവിടെ ചിന്തിക്കാൻ അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തോ ആണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് ഇത്രയും മഹത്വമേറിയനാവുമ്പോ, എന്നിട്ടും നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് അള്ളാഹ് തരുമ്പോ, നമ്മൾ തിരിച്ച് അള്ളാഹ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം, എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെ, എത്രത്തോളം കെയർ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ജീവിതം നമ്മളിങ്ങനെ ഒരു മൂലക്ക് ഇരുന്ന് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അവിടേക്ക് വന്ന് അതിനെ കെയർ ചെയ്തിട്ട് അള്ളാഹു നമ്മളെ ജീവിതത്തിൽ വലിയ വലിയ ചേഞ്ചസ് ഒക്കെ പ്ലാനിൽ വരുത്തുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഭയങ്കര ഡിസാസ്ട്രസ് ആയിട്ട്, ഭയങ്കര വിഷമമുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. ഒരു 10-20 വർഷം കഴിയുമ്പോഴേക്കും ഇതായിരുന്നു ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത്രയും നമ്മളെ കുറിച്ച് 20 കൊല്ലം മുമ്പോട്ടും ആയിരക്കണക്കിന് നമ്മുടെ എല്ലാ ജീവിതത്തിലും എല്ലാ ബെസ്റ്റും മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത്രയും നിസ്സാരമായ നമ്മളിലേക്ക് അള്ളാഹ് നമ്മൾ അത്ര കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ തിരിച്ച് അള്ളാഹ്ക്ക് എത്ര അറ്റൻഷൻ കൊടുക്കണം, എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം, അള്ളാഹിന്റെ മഹത്വത്തിനെ കുറിച്ച് നമ്മൾ എത്ര മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ അല്ലെ. സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹാനല്ലാഹ്, ആർക്കും പറ്റും ഇങ്ങനെ നമ്മളെ കുറിച്ച്, ആര് ചിന്തിക്കുന്നുണ്ട് നമ്മളെ കുറിച്ച് ഇങ്ങനെ അല്ലെ. പലപ്പോഴും നമ്മൾ സ്വന്തം എന്ന് വിചാരിക്കുന്ന നമ്മളെ വീട്ടിലുള്ളവര്, നമ്മളെ മക്കള്, നമ്മുടെ ഇണകള്, നമ്മുടെ മാതാപിതാക്കൾ അല്ലെ, നമ്മൾ പലതും പറയുന്നത് അവർക്ക് മനസ്സിലാവുക പോലുമില്ല. പലതിന്റെയും പിന്നിലുള്ള റീസൺ നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാവില്ല. കാരണം അവര് നിൽക്കുന്ന ആ ഒരു സർക്കിളിന്റെ അപ്പുറത്ത് നിന്ന് നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് സമയമില്ല, അവരെ കൊണ്ട് കഴിയുകയില്ല ആർക്കും. പക്ഷെ റബ്ബ് നമ്മളെ എല്ലാ ആംഗിളും കവർ ചെയ്ത് നമുക്ക് വേണ്ടി ചിന്തിച്ച് നമുക്ക് വേണ്ടി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. അല്ലാഹു അക്ബർ. അപ്പം നമ്മുടെ നിസ്സാരതയും റബ്ബിന്റെ മഹത്വവും ആയത്തുൽ കുർസിയിൽ നിന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് നമുക്ക് മനസ്സിലാവാനാ? അത് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോ ചിന്തിക്കാനാ? സുബ്ഹാനല്ലാഹ്. നമുക്ക് ഈ ഒരു ആയത്തിന്റെ ലെസൺസിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഒന്നാമത്തത്, നമുക്കറിയാം ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ 5 നാമങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അള്ളാഹ്, അൽ ഹൈ, അൽ ഖയ്യൂം, അൽ അലി, അൽ അദീം. ഓക്കെ, 5 പേരുകൾ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഈ 5 പേരുകളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ ആയത്തിൽ തന്നെ അത്യാവശ്യം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ
നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വളരെ താഴെ നിന്നുകൊണ്ട് മനസ്സിലാക്കിയ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരാവരുത്. അതിനെങ്ങനെ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിന്റെ ഇംപ്ലിക്കേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പറ്റുമോ അത്രയും നമ്മൾ ശ്രമിക്കണം, ദുആ ചെയ്യണം. അള്ളാഹു ആണ് അത് തരേണ്ടത്. ഞാൻ പറഞ്ഞ അതിനു വേണ്ടിയുള്ള അർഹത നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, നമുക്ക് അർഹത ഉണ്ടാവുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരിക്കലും എന്താണ് +2 പഠിക്കുന്ന വിഷയങ്ങൾ 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാറില്ല അല്ലെ. അത് +2 എത്തിയാലേ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ നമ്മളായിട്ട് നമ്മളുടെ അർഹത ഉണ്ടാക്കി കൊണ്ടുവരണം. നമ്മൾ നേടിയ അറിവ് അനുസരിച്ച് ജീവിച്ച് അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളും നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമോ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ആ നാമത്തിന്റെ തന്നെ അടുത്ത ലെവൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചു തരും. അപ്പൊ നമ്മളായിട്ട് ഉണ്ടാക്കണം, അത് നമ്മളായിട്ട് ശ്രമിക്കണം റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തിട്ട്. അപ്പം ആദ്യത്തെ ലെസൺ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഈ 5 നാമങ്ങളും 5 നാമങ്ങളെ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് അള്ളാഹ് മാത്രമാണ് മഹത്വമേറിയവൻ അല്ലെ, ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ളത് അവൻ മാത്രമാണ്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് അവൻ മാത്രമാണ്, ഏറ്റവും തികഞ്ഞ അറിവുള്ളത് അവൻ മാത്രമാണ്, ഏറ്റവും വലിയ പവർ ഉള്ളത് അവന് മാത്രമാണ്. നമ്മളോ അള്ളാഹുവിന്റെ മുൽക്കിലുള്ള അല്ലെ, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള കീടങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്തെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ എളുപ്പത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്താ ഓർക്കേണ്ടത്? എന്റെ റബ്ബുണ്ട് അല്ലെ, സുബ്ഹാനല്ലാഹ്, എന്റെ റബ്ബ് തന്നതാണ്, അൽഹംദുലില്ലാഹ്. എന്തൊരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴും എത്ര ടഫ് ആണെങ്കിലും നമ്മൾ വിചാരിക്കും ഇത് അള്ളാഹ് അനുവദിച്ചതാണ് അല്ലെ, അള്ളാഹ് അനുവദിച്ചാണ്, അതുകൊണ്ട് അള്ളാഹിലേക്ക് തിരിയണം, അള്ളാഹ്ക്ക് കീഴൊതുങ്ങുക. സുബ്ഹാനല്ലാഹ്. അവനെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഏത് ഡയറക്ഷനിൽ ഓടിയിട്ടും ആരെ പിന്നാലെ ഓടിയിട്ടും ഒരു പ്രയോജനം ഉണ്ടാവില്ല. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മളൊക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പലരും ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും വിശദമായിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വിശദീകരിക്കുന്നത് കേൾക്കാം. സത്യം പറയുകയാണെങ്കിൽ അതിന് എന്തെന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞാലും പരിഹാരം ഒരൊറ്റ ഒന്നേയുള്ളൂ എല്ലാവരുടെ പ്രശ്നത്തിനും. ചിലപ്പം ചിലരെടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്നെ വിചാരിക്കും ഇതെന്താ ഈ ടീച്ചർ അല്ലെങ്കിൽ ഇവരിങ്ങനെ ഇത്ര നിസ്സാരമായിട്ട് എന്റെ പ്രശ്നത്തിനെ കാണുന്നത്, കാരണം ദുനിയാവിൽ ആരും അനുഭവിക്കാത്തതാണല്ലോ ഞാൻ അനുഭവിക്കുന്നത്. നമുക്കെല്ലാം തോന്നിയേക്കാം നമ്മളെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ഒരു പക്ഷേ പറയുമ്പോൾ. പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഒരൊറ്റ പരിഹാരമുള്ളൂ ഭൂമിയിൽ, അള്ളാഹുവിലേക്ക് തിരിയുക എന്നുള്ളത്, അള്ളാഹുവിലേക്ക് തിരിഞ്ഞു ഓടുക എന്നുള്ളത്. ആ ഒരു ഓട്ടത്തിലുണ്ടല്ലോ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും, ഒന്നും നമ്മളെ ബാധിക്കൂല. പിന്നെ ദുനിയാവിലെ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും വന്നുകൊണ്ടേയിരിക്കും, പക്ഷെ ഒന്നും നമ്മളെ ബാധിക്കൂല. പക്ഷെ നമ്മൾ അതിൽ നിന്ന് തിരിഞ്ഞിട്ട് വേറെ ദുനിയാവിലുള്ള എല്ലാവരുടെ പിന്നാലെയും പരിഹാരം തേടി നടന്നോ ഒരു കാര്യമില്ല. ആ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വലിഞ്ഞു മുറുകി കൊളുത്തി നീട്ടി വലിയേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹിനെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഏത് ഡയറക്ഷനിൽ ഓടിക്കഴിഞ്ഞാലും, അതും ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വലിയ CCTV ക്യാമറ ആയിട്ടാണ് അള്ളാഹു അവിടെ ഇരിക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. നിങ്ങള് ഇപ്പം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭൂമി കാണാൻ പറ്റുന്ന ഒരു ലെവലിൽ നിൽക്കുമ്പോൾ താഴോട്ട് നോക്കിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ബിൽഡിംഗ് ഒക്കെ ഉള്ള ഒരു ഹൈറ്റിലാണെന്ന് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും, എല്ലാത്തിനെയും നമുക്ക് കാണാൻ പറ്റും. ആ ബിൽഡിംഗ് അവിടെ, ഈ ബിൽഡിംഗ് ഇവിടെ, ഇതിന്റെ സ്കൂൾ അവിടെ, അങ്ങനെ ഇങ്ങനെ നമുക്ക് തോന്നും അല്ലെ. അതായത് എല്ലാം കൂടെ നമ്മൾ മേലെ നിൽക്കുമ്പോൾ ഒരൊറ്റടിക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിന്റെയൊക്കെ മേലെ ഈ റിങ് പോലെ നിസ്സാരമായ 7 ആകാശങ്ങളുടെയും ഭൂമിന്റെയും മേലെ കുർസിന്റെയും മേലെ അർഷിന്റെയും മേലെയുള്ള റബ്ബിന് ഇങ്ങനെ അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണാൻ എന്ത് പ്രശ്നമുള്ളല്ലേ. അപ്പൊ റബ്ബ് നോക്കുമ്പം റബ്ബ് നമ്മളെ റബ്ബിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി കൊടുത്ത പ്രശ്നങ്ങളും വെച്ചിട്ട് നമ്മൾ റബ്ബിൽ നിന്ന് ഓടുകയാണ് പലരിലേക്കും പലതിലേക്കും പല പരിഹാരങ്ങളിലേക്കും. റബ്ബ് അത് കാണുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. റബ്ബിനെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ട് ഓടാനാ അല്ലെ. അവനില്ലാണ്ട് എന്ത് പ്രശ്നത്തിന് പരിഹാരം കാണാനാ. പക്ഷെ നമ്മളെ പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് ഈ പ്രശ്നത്തിന്റെ പരിഹാരം ആരെങ്കിലും ക്യാപ്സ്യൂളായിട്ട് ഇങ്ങനെ വായ തുറന്നേ എന്ന് പറഞ്ഞിട്ട് ഇട്ട് തരണം. കാരണം റബ്ബിലേക്ക് ഓടാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയല്ലേ, അതിനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല അല്ലെ. പക്ഷെ എത്ര വർഷം നമ്മൾ ആ പ്രശ്നം അനുഭവിച്ചു കഴിഞ്ഞാലും അപ്പോഴും നമ്മൾ മനസ്സിലാക്കൂല റബ്ബിലേക്ക് അടുത്താലേ പരിഹാരമുള്ളൂ, അത് കുറച്ച് വർഷങ്ങൾ എടുത്താലും നമുക്ക് മാറ്റാൻ പറ്റുന്നുള്ളത്. അപ്പോഴും നമ്മൾ ക്യാപ്സ്യൂളിന്റെ പിന്നാലെ ഓടും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ കുറിച്ച് എല്ലാം അറിയുന്ന റബ്ബാണ് അല്ലെ, നമ്മൾ അവന്റെ അബദാണ്, അവനാ തീരുമാനിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് അവനിലേക്ക് തിരിയാനേ പറ്റുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ പേരക്കുട്ടി മരിച്ച സമയത്ത് പറയുന്നുണ്ട് മകളടുത്ത്, അള്ളാഹ് തന്നത് അള്ളാഹു തിരിച്ചെടുക്കും അല്ലെ. അള്ളാഹുവിൽ നിന്ന് വന്നതെല്ലാം അള്ളാഹുലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്, അവന്റേതാണ് അവൻ തരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്കത് തിരിച്ചു കൊടുക്കണം. എല്ലാത്തിനും ഒരു ഫിക്സഡ് ടൈം ഉണ്ട് ഈ ദുനിയാവില്. സുബ്ഹാനല്ലാഹ്.
അപ്പം എന്തെന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അൽഹംദുലില്ലാ അള്ളാന്റെ തീരുമാനമാണ്. അള്ളാന്റെ ആ ഒരു തിരിച്ചറിവ്, ഞാൻ അള്ളാന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെ, അള്ളാന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രോപ്പർട്ടി മാത്രമാണ് ഞാൻ. അതൊക്കെ തീരുമാനിക്കുന്നത് റബ്ബാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പോസ്റ്ററൊക്കെ വരുമ്പം തീരുമാനം അന്തിമമായിരിക്കും, അല്ലെങ്കിൽ തീരുമാനം ഈ സംഘടനയുടേതായിരിക്കും എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ എന്ത് തീരുമാനം എടുത്താലും നമ്മൾ ചോദിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ തീരുമാനവും റബ്ബിൻ്റെതാണ് അല്ലെ. റബ്ബ് ഒരു കാര്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അത് അവന്റെ അൾട്ടിമേറ്റ് അതോറിറ്റിയാണ്, അവന്റെ തീരുമാനമാണ്. ഞാൻ എന്താണ്, വെറും ഒരു അടിമയാണ്, അവൻ റബ്ബാണ്. അത് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ ലെസൺ എന്ന് പറയുന്നത്, നമ്മൾ ഇനി എന്തെങ്കിലും അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു അഹങ്കാരത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അള്ളാഹ് അനുവദിച്ചതുകൊണ്ട് മാത്രം വന്നതാണ്. അവനാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള പവർ, അതോറിറ്റി, അത് അള്ളാഹിൻ്റെതാണ്. അപ്പം അഹങ്കാരം എന്നൊന്നും പറയുന്ന സംഭവം നമുക്ക് ഫിറ്റാവുന്ന കാര്യമല്ല. ഇത് ഞാൻ, എന്റെ അറിവ്, ഞാൻ പറഞ്ഞത്, എന്റെ ശരി, ഞാൻ ചെയ്തത്, ഞാൻ പഠിച്ചത്, ഞാൻ പഠിപ്പിച്ചത്, വേണ്ട. റബ്ബിന്റെ തെരഞ്ഞെടുപ്പാണ്, റബ്ബിന്റെ തീരുമാനമാണ്. നമുക്ക് മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ അത് ചേരേയില്ല നമുക്ക് ഈ കിബ്ർ എന്ന് പറയുന്ന സംഭവം. നാലാമത്തെ പോയിന്റ്, എല്ലാം അള്ളാഹുവിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. സുബ്ഹാനല്ലാഹ്. എല്ലാം അള്ളാഹുവിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. എല്ലാത്തിനും അള്ളാഹിന്റെ സംരക്ഷണം വേണം, അള്ളാഹിന്റെ കെയർ വേണം. ആകാശവും ഭൂമിയും ആകാശങ്ങളും ഭൂമിയും അതിനകത്തുള്ളത് എല്ലാം അള്ളാഹു പറയുന്നു വലാ യഉദുഹു ഹിഫ്ളുഹുമാ യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും അൽ ഹയ്യ് അൽ ഖയ്യൂം. അല്ലേ, സുബ്ഹാനല്ലാഹ്. എല്ലാ രീതിയിലും അവനാണ് പവർ. അപ്പം എന്തെന്നെ ആയിക്കോട്ടെ അത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, റബ്ബിന് അല്ലെ. എല്ലാത്തിനും റബ്ബിന് ആവശ്യമാണ്, ആകാശത്തിനും ഭൂമിക്കും ഒക്കെ റബ്ബിന് ആവശ്യമാണ്. സൂറ ഫാത്തിറിൽ 41-ാമത്തെ ആയത്തില് ഇന്നല്ലാഹ യുംസിക്കു സ്സമാവാതി വൽ അർദ അൻ തസൂല വലഇൻ സാലതാ ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദിഹി. തീർച്ചയായും അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും യഥാർത്ഥ സ്ഥാനങ്ങളിൽ നിന്ന് നീങ്ങാതെ പിടിച്ചു നിർത്തുന്നു. അവ നീങ്ങി പോവുകയാണെങ്കിൽ അവന് പുറമെ യാതൊരാൾക്കും അവയെ പിടിച്ചു നിർത്താനാവില്ല. എന്നാലോചിക്ക്, അള്ള നിർത്തിയെടുത്താണ് ആകാശങ്ങളും ഭൂമിയൊക്കെ നിൽക്കുന്നത് അല്ലെ. അവന്റെ പിടുത്തം വിട്ടു കഴിഞ്ഞാൽ ആർക്കും അതിനെ തൊടാൻ പോലും പറ്റൂല. അള്ള സംരക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നിനും സംരക്ഷിക്കാനും സംരക്ഷിക്കപ്പെടാനും പറ്റൂല. സുബ്ഹാനല്ലാഹ്. അള്ള നിലനിർത്തിയിട്ടില്ല, പ്രിസർവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നിനും അതിനെ പ്രിസർവ് ചെയ്യാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ആകാശവും ഭൂമിയും പോലെ വലിയ ഒരു കാര്യത്തിന് പോലും. അപ്പൊ പിന്നെ നമ്മളെയൊക്കെ പ്രിസർവ് ചെയ്യുന്ന, നമ്മളെയൊക്കെ സംരക്ഷിക്കുന്നതോ റബ്ബല്ലേ. അങ്ങനത്തെ വല്ല അഹങ്കാരം നമുക്കുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഇത് അള്ള ഇവിടെ നിർത്തിയത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്, അള്ള ഇരുത്തിയത് കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഓരോ ശ്വാസത്തിനും റബ്ബിന്റെ സഹായം വേണം. പക്ഷെ നമ്മള് റബ്ബിന്റെ കാരുണ്യത്തില് അഹങ്കാരികളായി മാറിയിരിക്കുകയാണ് അല്ലെ. റബ്ബിന്റെ കാരുണ്യം കൊണ്ട് റബ്ബ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും അപ്പപ്പോ ശിക്ഷ തരാതെ നമുക്ക് വീണ്ടും 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 കൈവിട്ട് തരുമ്പോൾ നമ്മൾ അഹങ്കാരികളായിട്ട് മാറിയിരിക്കുകയാണ്. ശരിക്കും നമുക്ക് ഓരോ ശ്വാസത്തിനും റബ്ബിലെ ഡിപ്പെൻഡ് ചെയ്യണം. ഓരോ കാര്യത്തിനും നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ കാര്യത്തിനും റബ്ബിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലെ. ഓരോന്നിനും നമ്മൾ റബ്ബിന്റെ അടുത്ത് യാചിച്ചു കൊണ്ടേയിരിക്കണം. അവൻ കൈവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല. പിന്നെ ഈ കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം, അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അള്ളാഹ്ക്ക് ഒന്നും പ്രയാസമല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം 7 ആകാശങ്ങളും ഭൂമിയും അതിനെ നോക്കലൊന്നും അള്ളാഹ്ക്ക് ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു അല്ലെ. സുബ്ഹാനല്ലാഹ്. അവൻ ഇതൊക്കെ 7 ആകാശങ്ങളെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ ഈ നിസ്സാരമായ പ്രശ്നം അല്ലെ, എന്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾ, അതൊക്കെ അവനെന്താ. നമുക്ക് തോന്നുകയാണ് ഇതാണ് ദുനിയാവിലെ ഏറ്റവും വലുത് എന്നല്ലേ. വേറെ ആർക്കും, പലരും പറയുമ്പോൾ ഇതുപോലെ ഒരു പ്രശ്നം അല്ലെ ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാൻ അനുഭവിച്ചത്. സുബ്ഹാനല്ലാഹ്. ആകാശത്തിനെയും ഭൂമിനെയും അതിന്റെ സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്താൻ റബ്ബിന് പറ്റുന്നുണ്ടെങ്കിൽ എന്താ എന്റെ നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ അല്ലെ. അള്ളാഹ്ക്ക് അതും കെയർ ചെയ്യാൻ പറ്റും. അള്ളാഹ്ക്ക് നമ്മളെല്ലാ പ്രശ്നങ്ങളും ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം, അള്ളാഹുവിന് കീഴൊതുങ്ങണം. ആകാശവും ഭൂമിയും എങ്ങനെ അള്ളാഹുവിന് കീഴൊതുങ്ങിയോ, സൂര്യനും ചന്ദ്രനും എങ്ങനെ അള്ളാഹുവിന് കീഴൊതുങ്ങിയോ, അവയൊക്കെ കംപ്ലീറ്റ് കീഴൊതുങ്ങലിലാണല്ലേ. ഫുൾ ടൈം തസ്ബീഹിലാണ് അവയെല്ലാം. അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളും.
പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾക്ക് അല്ലെ, നമ്മളുടെ ശരീരത്തില് ഒരു 99% അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയിട്ട് തന്നെയുള്ളത്. നമ്മുടെ ഒരു കുഞ്ഞ് ഹൃദയത്തിന് അള്ളാഹു ഒരു ചോയ്സ് തന്നപ്പോൾ നമ്മൾ അവിടെ അഹങ്കാരം കാണിക്കുന്നതാണ് ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന സകലമാന പ്രശ്നങ്ങളും, നമ്മളെ ജീവിതത്തിലുള്ള സകലമാന പ്രശ്നങ്ങളും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ്ക്ക് ആകാശത്തിനെയും ഭൂമിയെയും സ്ഥാനത്ത് ഉറച്ചു നിർത്താനും സൂര്യനെയും ചന്ദ്രനെയും കറക്റ്റ് സമയത്ത് അയക്കാനും പറ്റുന്ന റബ്ബിന് എന്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല, ഒരു പ്രശ്നമല്ല. പക്ഷെ അത് പ്രശ്നമാവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ അവരൊന്നും ചെയ്തതുപോലെ, ആകാശവും ഭൂമിയും ഒന്നും ചെയ്തതുപോലെ കീഴൊതുങ്ങുന്നില്ല. നമുക്ക് തയ്യാറില്ല നമ്മൾ കീഴൊതുങ്ങാൻ അല്ലെ. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ അനുസരിക്കാൻ നമ്മൾ തയ്യാറില്ല. പ്രശ്നം പരിഹരിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, റബ്ബിലേക്ക് തിരിയുക, കീഴൊതുങ്ങുക, ചോദിക്കുക, ഡിപ്പെൻഡ് ചെയ്യുക. റബ്ബേ എന്റെ പ്രശ്നം നീയെ പരിഹരിക്കുക റബ്ബേ, നിന്നിലേക്ക് ഞാൻ അടുക്കാണ് റബ്ബേ, നിന്നിലേക്ക് അടുക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ചെയ്യാ റബ്ബേ, എന്നെ പഠിപ്പിച്ചു താ റബ്ബേ, എനിക്ക് അതിനുള്ള തൗഫീക്ക് താ റബ്ബേ. ഓരോ സ്റ്റെപ്പ് മാറുമ്പോഴും അടുത്ത സ്റ്റെപ്പ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ശരിക്കും നമ്മൾ ചുറ്റുപാടിലേക്ക് നോക്കുന്ന അങ്ങ് നിർത്തുക, ഞാനും എന്റെ റബ്ബും അതിലേക്ക് ഓടി അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. അവനിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കുക. എല്ലാ പ്രശ്നങ്ങളും അവനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇനി 6ാമത്തെ ലെസൺ എന്ന് പറയുന്നത്, നമ്മള് അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണെന്ന് പറഞ്ഞു അല്ലെ. അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണ്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് അല്ലെ, ഹിഫ്ളിലാണ് നമ്മളെന്ന് പറഞ്ഞു. അപ്പം അതേപോലെ അല്ലെ, ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണെന്ന് പറഞ്ഞപ്പം സംരക്ഷിക്കുന്ന അവന് അതേപോലെ നമ്മളെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തേക്കും കളയാൻ പറ്റും അല്ലെ. അള്ളാഹ്ക്ക് സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ സംരക്ഷിക്കണ്ടെന്ന് തീരുമാനിക്കാനും അവന് പറ്റും. ഇതൊരു വാണിംഗ് ആണ്, ഇതൊരു വാണിംഗും കൂടെയാണ്. നമ്മളൊന്നും അല്ല അല്ലെ. എവിടം വരെ ഓടും നിങ്ങൾ എന്നിൽ നിന്ന് തിരിഞ്ഞിട്ട്? എവിടം വരെ ഓടും? കാരണം ഞാൻ ഇത്രയും വലിയ CCTV ക്യാമറ വെച്ചിരിക്കുക, നിങ്ങൾ എങ്ങോട്ടാ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഓടുന്നത്? നമ്മളൊക്കെ സ്ഥിരമായിട്ട് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ആരാ നിങ്ങളെ സംരക്ഷിക്കുക, ആരാ നിങ്ങളെ രക്ഷിക്കുക? ആർക്കും പറ്റൂല നമ്മളെ രക്ഷിക്കാൻ. അപ്പൊ അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്നതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു വാണിങ് ഇതിനകത്തുണ്ട്. അള്ളാഹുവിന്റെ വലിപ്പം, അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ പറയുന്നതിൽ ശക്തമായ ഒരു വാണിംഗ് ഉണ്ട്. അള്ളാഹുവിന് അനുസരണക്കേട് പല കാര്യങ്ങളും അല്ലെ, അള്ളാഹ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് പറ്റൂല അല്ലെ, എന്നെ കൊണ്ട് ഇത് പറ്റൂല. ഈ എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തുറന്ന് പുറത്ത് പറയാനുള്ള അഹങ്കാരം നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ബാക്കി പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നതാണെന്നുള്ളത്. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു കൽപ്പന, ഓക്കെ, ഞാനോ നിങ്ങളോ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാനോ നിങ്ങളോ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഏതെങ്കിലും ഒരു കൽപ്പന അനുസരിക്കൂല, എന്നെ കൊണ്ട് പറ്റൂല എന്ന് മനസ്സിൽ വിചാരിക്കുന്നത് അവിടെ നിൽക്കട്ടെ. പുറത്ത് പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, മനസ്സിൽ പറയുമ്പോൾ തന്നെ അള്ളാഹു നമ്മളെ പിടിക്കും അല്ലെ. പുറത്ത് പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അറിയാതെ പറയുന്നത് ബാക്കിയെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ ഞാനാ ചെയ്യുന്നതെന്ന് അല്ലെ. ഇത് മാത്രം എന്നെ കൊണ്ട് പറ്റൂല. അങ്ങനെ ഒന്ന് പോയിട്ട് ഒരു കാര്യം പോലും നമുക്ക് അള്ളാഹിനെ അനുസരിക്കൂല, എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് റബ്ബിന്റെ തൗഫീഖോട് കൂടിയാ. മറ്റുള്ളവർ അത് അനുസരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് റബ്ബിന്റെ തൗഫീഖോട് കൂടിയാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹിനെ അനുസരണക്കേട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം ഉണ്ടെങ്കിൽ, ആ കിബർ നമുക്ക് ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഹക്കിനെ നിഷേധിക്കാനുള്ള കിബർ ഉണ്ടെങ്കിൽ, ശരിക്കും ഈ ആയത്തുൽ കുർസി ഓതുമ്പോൾ നമ്മൾ വിറയ്ക്കണം. കാരണം അത്രയും വലുപ്പം അള്ളാഹിന്റെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. ഇത്രയും വലിയ റബ്ബിന്റെ മുമ്പിൽ റബ്ബിനെ ധിക്കരിക്കാൻ നമുക്ക് അഹങ്കാരം കാണിക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് അള്ളാഹിലേക്ക് തിരിയാന്നുള്ളത് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അള്ളാഹിന്റെ അടുത്തൊന്നും എന്തൊരു കുഞ്ഞിക്കാര്യത്തിന് ഞാൻ ഓടി ഒളിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടൂല. അള്ളാഹിന്റെ പ്രൊട്ടക്ഷനിൽ നിന്ന് നമ്മളെ റിമൂവ് ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല. ജയിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, റബ്ബിലേക്ക് മടങ്ങുക. ശ്രമിക്കുക, പലതും നമുക്ക് പറ്റുന്നുണ്ടാവില്ല. ശ്രമിക്കുക, ദുആ ചെയ്യ്, ഫെയിൽ ആയിക്കോട്ടെ, റബ്ബ് സഹായിക്കും, റബ്ബ് സഹായിച്ചാലേ പറ്റുള്ളൂ. ഓക്കെ. അപ്പം അള്ളാഹുലേക്കല്ല എന്തൊരു കാര്യത്തിലും നമ്മൾ ഓടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫെയിലറാണ്. അള്ളാഹു അൽ അലിയാണ്, അള്ളാഹു അൽ അദീമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും മേലെ റബ്ബുണ്ട്, എന്നെക്കാളും മഹത്തരമേറിയ റബ്ബുണ്ട്, പവർഫുൾ ആയിട്ടുള്ള റബ്ബുണ്ട് എന്ന് നമ്മൾ അറിയണം. എന്റെ ലിമിറ്റഡ് പവറിൽ സുബ്ഹാനല്ലാഹ് എനിക്ക് തോന്നി എന്തും ചെയ്യാന്ന് നമുക്ക് അഹങ്കാരം വരരുത്. അങ്ങനെ നമ്മൾ വന്നു പോകുന്നവരാണെങ്കിൽ ദുആ ചെയ്യ റബ്ബിന്റെ അടുത്ത്, റബ്ബേ അഹങ്കാരത്തിൽ നിന്ന് നീ എന്നെ കാക്കണേ. എനിക്ക് നീ തന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പവറിൽ നിന്നുകൊണ്ട് തെറ്റായ പലതും ഞാൻ ചെയ്യുന്നുണ്ട് റബ്ബേ, നീ എന്നെ കാക്ക റബ്ബേ, നീ എന്നെ സംരക്ഷിക്കുക റബ്ബേ. കിബർ എന്ന് പറയുന്ന സംഭവം, ഹക്കിനെ നിഷേധിക്കുന്ന സംഭവം എന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു തുള്ളിയെങ്കിലും ഉണ്ടെങ്കിൽ റബ്ബേ നീ അത് പറിച്ചു കളയ റബ്ബേ. എന്നെ കൊണ്ട് പറ്റൂല, കാരണം താങ്ങാൻ പറ്റൂല റബ്ബൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ. അത്രയും വലിയ റബ്ബാണ്.
സുബ്ഹാനല്ലാഹ്. ഈ ആയത്തുൽ കുർസി റബ്ബിന്റെ വലിപ്പത്തിനെ കുറിച്ച് പറയുന്നത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം മതിയാവില്ല നമുക്ക്. സുബ്ഹാനല്ലാഹ്. നമ്മളെ മേലെ റബ്ബുണ്ട് അല്ലെ. ചിലപ്പോ നമുക്കൊക്കെ കിട്ടിയ പവർ കൊണ്ട്, അധികാരം കൊണ്ട് നമുക്കൊക്കെ ഒരു വീടിന്റെ പവർ ഉണ്ടാവും അല്ലെ. ഒരു വീടിന്റെ പവർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ ആരൊക്കെ മേലെ നമുക്ക് അധികാരം ചെലുത്താൻ പറ്റും അവരൊക്കെ മേലെ നമ്മൾ അധികാരം ചെലുത്തുന്നവരാണ്. മക്കളായിക്കോട്ടെ, ചിലപ്പോൾ ഭർത്താക്കന്മാരുടെ മേലെ തന്നെ, ചിലപ്പോൾ വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്കാരുടെ മേലെ അല്ലെ. അവരൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാനും മക്കളെ. നമ്മളെ മേലെ ഒരു റബ്ബുണ്ടെന്ന് നമുക്ക് പലപ്പോഴും മറന്നു പോകും. മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ, വാക്കുകൾ കൊണ്ട് കീറി മുറിക്കുമ്പോൾ, അവരെടുത്ത് അനീതി ചെയ്യുമ്പോൾ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, റബ്ബിന് ഇങ്ങനെയൊക്കെ ആയിട്ടും റബ്ബ് അവരുടെ അടുത്ത് കാരുണ്യ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളോ, ശരിക്കും നമ്മൾ ഓരോ വാക്കും നമ്മൾ മറ്റുള്ളവരെ എത്രത്തോളം മുറിപ്പെടുത്തുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. ആ ഒരു പവർ കൊണ്ടാ അല്ലെ. പവർ ഇല്ലെങ്കിൽ ഇതേ നമ്മൾ ഈ പറയുന്ന ഇതേ വാക്ക് നമ്മളെ മക്കളെടുത്തോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെടുത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്കാരെടുത്തോ പറയുന്ന ഇതേ വാക്ക് നമ്മൾ പുറത്ത് ചെന്നിട്ട് കുറച്ചൊരു പണക്കാരനായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്ന് നമ്മൾ പറയോ? ഇല്ല. ഇത് പവർ കൊണ്ട് തന്നെ പറയുന്നതാ അല്ലെ. നമ്മളെ വീട്ടിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ പവറുള്ള, അധികാരമുള്ള, പൈസ ഉള്ള ഒരാളെടുത്ത് ചെന്ന് നമ്മൾ പറയോ? ഇല്ല. അവരെ പ്രീണിപ്പിച്ച് നിർത്തലും ഇവിടെ പീഡിപ്പിച്ച് നിർത്തലുമാണ് നമ്മളുടെ നയം അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് അള്ള തന്ന സ്റ്റേറ്റസ് കൊണ്ട്, അള്ള തന്ന അറിവ് കൊണ്ട്, അള്ള തന്ന പവർ കൊണ്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും വിഷമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, വഹുവൽ അലിയുൽ അദീം, അവനാണ് ഏറ്റവും അല്ലെ ഉന്നതനായിട്ടുള്ളവൻ, അവനാണ് ഒലുവുള്ളവൻ, ഏറ്റവും ഹൈറ്റിലുള്ള, ഏറ്റവും ഉന്നതനായ, ശ്രേഷ്ഠനായ, മഹാനായത് അവനാണ്, ഏറ്റവും പവർ അവനാണ്. എനിക്ക് ഒന്നുമില്ല. ഈ ഞാൻ ഇന്ന് കാണിക്കുന്ന പവർ നാളെ അവൻ എൻ്റെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ എന്നെ ഒന്നിനും പറ്റൂല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ഒരു ആയത്തില് അള്ളാഹു ഏകനാണ് അല്ലെ. ഒരേ ഒരു ആരാധനയ്ക്ക് അർഹനായ ഒരേ ഒരു ആള് അല്ലെ, ഒരേ ഒരു ഇതെന്ന് പറയുന്നത് അള്ളാഹു ആണെന്ന് കൺക്ലൂഡ് ചെയ്യാണ്. കാരണം ഇത്രയ്ക്കൊക്കെ പവറുള്ള അള്ള ഉള്ളപ്പം പിന്നെ ആരാ ഇബാദത്ത് ചെയ്യാനല്ലേ. എല്ലാ തരത്തിലും പവറുള്ള അള്ളാഹ്, ഒന്നിനും പറ്റാത്ത അടിമകളായ നമ്മൾ അല്ലെ. അപ്പൊ നമ്മൾ റബ്ബിൽ ഡിപ്പെൻഡ് ചെയ്യുക, റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നല്ലാതെ പിന്നെ എന്താ ഈ ആയത്തിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്? അവനില്ലാതെ നമ്മൾ ഒന്നുമില്ല അല്ലെ. അവൻ നമ്മുടെ മേലെ, അവൻ നമ്മളെ നോക്കിക്കൊണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട്, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്തുകൊണ്ട്, നമുക്ക് വേണ്ട എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നുകൊണ്ട് റബ്ബ് അവിടെയുണ്ട്. അവന്റെ നോട്ടത്തിൽ ഒന്ന് ശരിക്കും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നമ്മള് ഒരു ഓപ്പൺ ഗ്രൗണ്ടിലാണ്, അതിന്റെ മേലെ ഒരു വലിയ ക്യാമറ ഉണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നതും ആ ക്യാമറയിൽ കാണുന്നുണ്ട്. നമുക്ക് ചില റൂളുകളുണ്ട്, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യുന്നു. ആ ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതൊന്നും നമ്മൾ ചെയ്യൂല അല്ലെ. പക്ഷെ ഇവിടെ റബ്ബ് അത്രയും വിശാലമായ അല്ലെ, അർഷിന്റെ മേലെ ഇത്രയും നിസാരമായ സാധനങ്ങൾ, അർഷിനെ സംബന്ധിച്ചിടത്തോളം കുർസി സില്ലിയാണ്, കുർസിയെ സംബന്ധിച്ചോളം ഭൂമിയും ആകാശങ്ങളും സില്ലിയാണ്, ഭൂമിയെ ആകാശങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയങ്കര സില്ലിയാണ്. അത്രയും കീടങ്ങളെ പോലുള്ള കാര്യങ്ങളെ അള്ളാഹു അവിടെ നോക്കി കാണുന്നുണ്ട് അല്ലെ. അതിനൊരു സംശയമില്ല, നോക്കി കാണുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ ധിക്കാരം കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ ആരും കാണുന്നില്ലല്ലോ, നമ്മളെ വീട്ടുകാരും ബന്ധുക്കളും ഫ്രണ്ട്സും ഒന്നും കാണുന്നില്ലല്ലോ. പക്ഷെ റബ്ബ് അവിടെ അത് നോക്കി കാണുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും ബെസ്റ്റ് ക്രിയേഷൻ ആണ് അല്ലെ. ഈവൻ ഒരു അവിശ്വാസിയായിട്ടുള്ള ആൾക്ക് പോലും തോന്നും, ഓ മനുഷ്യന്മാര് നമ്മളാണ് ഏറ്റവും ബെസ്റ്റ്, നമ്മളടുത്ത് ടെക്നോളജി ഉണ്ട്, സയൻസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. സുബ്ഹാനല്ലാഹ്, അതൊന്നും മറ്റു സൃഷ്ടികൾക്കില്ലല്ലോ. പക്ഷെ ഈ ആയത്ത് പറയുന്നത് നിസ്സാരമാണ്, നമ്മൾ വെറും നിസ്സാരമാണ്, ഒന്നുമല്ല, ഒന്നുമല്ല. എന്ത് അഹങ്കാരം അല്ലെ. എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ അള്ളാഹുവിനേക്ക് സ്പീഡിൽ ഓടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്താണോ അത് ചെയ്യാം. മാറാൻ വേണ്ടിയിട്ട്, റബ്ബിന് തൃപ്തിയാവാൻ വേണ്ടിയിട്ട് എന്ത് മനസ്സിലാക്കണോ മനസ്സിലാക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക, മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കുക, തെറ്റുകൾ തിരുത്തിക്കൊണ്ടേയിരിക്കുക. എനിക്ക് എന്ത് തെറ്റുണ്ട്, എന്റെ എന്ത് തെറ്റാണ് എന്നെ റബ്ബിലേക്ക് അടുക്കുന്നതിൽ നിന്ന് തടയുന്നത്, ആ തെറ്റുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. നമ്മൾ ഹൃദയ ശുദ്ധീകരണത്തിന്റെ ക്ലാസ്സിൽ പറയുന്നത് പോലെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്റെ ഈ തെറ്റ് തിരുത്തണ്ടേ, എന്റെ ആ തെറ്റ് തിരുത്തണ്ടേ, എന്റെ മറ്റേ തെറ്റ് തിരുത്തണ്ടേ, അങ്ങനെ തിരുത്തി 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 റബ്ബിലേക്ക് ഓടി അടുക്കാന്നുള്ളതല്ലാതെ സുബ്ഹാനല്ലാഹ് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ശരിക്കും ഒരു റിയാലിറ്റി ചെക്കാണ് ഇത്. സുബ്ഹാനല്ലാഹ്, നമ്മളെ സ്റ്റാറ്റസ് എന്താണ്, നമ്മളെ പൊസിഷൻ എന്താണ്? ആയത്തുൽ കുർസിയിലെ അള്ളാഹിനെ കുറിച്ച്, അള്ളാഹിന്റെ മഹത്വത്തിനെ കുറിച്ച് വീണ്ടും വീണ്ടും നമ്മളെടുത്ത് ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളെ നിസ്സാരതയെ കുറിച്ച് വീണ്ടും വീണ്ടും നമ്മളെ ആ ഒരു റിയാലിറ്റി അറിയിച്ചു തരാനാണ്. സുബ്ഹാനല്ലാഹ്. എന്നാ അതേപോലെ അത്രയും വലിയ റബ്ബ് അല്ലെ, അത്രയും മഹാനായ റബ്ബും ഇത്രയും നിസ്സാരമായ നമ്മളും ആയിട്ടും റബ്ബ് നമ്മളിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഖുർആൻ നമ്മളിലേക്ക് എത്തിച്ചു.
ഖുർആനെക്കാളും വലിയൊരു ഗിഫ്റ്റ് റബ്ബ് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ലല്ലേ. ആ ഖുർആൻ നമ്മളിലേക്ക് എത്തിച്ചു. നമ്മളടുത്ത് റബ്ബ് സംസാരിച്ചുകൊണ്ടിരിക്കുക ഖുർആനിലൂടെ. നമ്മളുടെ ദുആകൾക്ക് അല്ലാഹു ഉത്തരം തന്നുകൊണ്ടിരിക്കുക. നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ തന്നുകൊണ്ടിരിക്കുക. അല്ലാഹു നമ്മളെ മേലെ ചെയ്യുന്ന ഇഹ്സാൻ എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന കാരുണ്യം എന്താണ്. എന്നിട്ടും നമ്മള് ഇല്ല, കീഴൊതുങ്ങൂല, ഞാൻ കീഴൊതുങ്ങൂല, എനിക്ക് പറയാൻ വിശ്വസിക്കാനും പറ്റൂല, എനിക്ക് പ്രവർത്തിക്കാനും പറ്റൂല, ഞാൻ വേറെ എന്തെങ്കിലും ആരെങ്കിലും എന്താ ചെയ്യുന്നതും നോക്കട്ടെ, അല്ലെ, അല്ലെങ്കിൽ ഞാൻ എന്റെ എൻജോയ്മെന്റിൽ കണ്ടിന്യൂ ചെയ്യട്ടെ, എന്റെ ദുനിയാവില് ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ, പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളല്ലേ. അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്നതിൽ മത്സരിച്ചുകൊണ്ടിരിക്കുക നമ്മള്. ശരിക്കും നമ്മളൊക്കെ ജീവിക്കുന്ന ജീവിതത്തില് ഒരു ദിവസത്തില് നമ്മൾ ചെയ്യുന്ന ഓൾമോസ്റ്റ് 80% കാര്യങ്ങളും ശരിക്കും വേർത്തല്ല. നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും വേർത്തല്ല. നമുക്ക് ആകെ ചെയ്യാനുള്ളത് റബ്ബിലേക്ക് എങ്ങനെ ഓടിയെടുക്കാന്നുള്ളത് നോക്കാൻ, അതിന് സഹായിക്കുന്ന കാര്യങ്ങൾ വേണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കളയാനുണ്ട്. കുറെ നമ്മുടെ ചിന്തകൾ, കുറെ സംസാരങ്ങൾ, കുറെ പ്രവർത്തികൾ നമ്മൾ കളയാനുണ്ട്. അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അധികരിപ്പിക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ, ആമീൻ. അവനനുസരണക്കേട് കാണിക്കാന്നുള്ളത് നമുക്ക് ഫിറ്റ് ആവുന്ന കാര്യമല്ല. ശരിക്കും ശരിക്കും വെട്ടിത്താണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അവന്റെ ബാങ്ക് കേൾക്കുമ്പോ ഇല്ല ഞാനിത് വായിക്കട്ടെ, എല്ലാം ഞാൻ ഇതിനകത്ത് സ്ക്രോൾ ചെയ്തിട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് പലപ്പോഴും നമ്മളൊക്കെ. പലതവണ നന്നാവാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്ന ആൾക്കാരാണല്ലേ നമ്മള്. ശരിക്കും റബ്ബ് കണ്ടുകൊണ്ടിരിക്കെ നമ്മളെ റബ്ബിനെ അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കുക. ഖുർആൻ ഓതേണ്ട സമയം വരുമ്പോ, അല്ലെങ്കിൽ ഖുർആൻ ഓതണം എന്ന് തോന്നുമ്പോ ആ സമയം നമ്മൾ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കും ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ. അല്ലെങ്കിൽ ഉറക്കം, സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ നോമ്പ്, എല്ലാത്തിനും നമുക്ക് കാരണങ്ങളാണ്. എനിക്ക് ഇന്ന കാരണം കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, ആ കാരണം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മളുടെ നിസ്സാരത നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നന്നാവല്ലാതെ വേറെ രക്ഷയില്ല. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചൊക്കെ, ആയത്തുൽ കുർസി നമ്മൾ പറഞ്ഞു ശൈത്താന് എതിരെ സംരക്ഷണാണെന്നല്ലേ. നമ്മൾ ഇതിനെ ഇത്ര വിറപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മഹത്വത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇബ്ലീസിനെ അത് ശരിക്കും നമ്മൾ കൺവിക്ഷനോട് കൂടി ഓതുകയാണെങ്കിൽ, നല്ല യഖീനോട് കൂടി ഓതുകയാണെങ്കിൽ, അതിൽ ഓരോ വാക്കും ഉൾക്കൊണ്ട് നമ്മൾ ഓതുകയാണെങ്കിൽ, ഏത് ശൈത്താനാണ് അതിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുക ധിക്കാരം കാണിച്ച്, അല്ലെ. ഷെയ്ത്താന്റെ അത്രയും ധിക്കാരം കാണിച്ചിട്ടില്ല ഒരു പക്ഷെ നമ്മൾ, എന്നിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പൊ അത്രയും ധിക്കാരം കാണിച്ച ഷെയ്ത്താൻ ആ ആയത്തുൽ കുർസിയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റും. അപ്പൊ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് റബ്ബ് നമുക്ക് തന്നിട്ട് അതിന് വേണ്ട രീതിയിൽ ഞാനും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതുവരെ? ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ശരിക്കും അള്ളാഹിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീഖും ഹൃദയവിശാലതയും അറിവും ചിന്തയും ഒക്കെ റബ്ബ് നമുക്ക് തരട്ടെ. അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. ആമീൻ ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن قلب لا يخشع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. ربنا تقبل منا إنك أنت السميع العليم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.